ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഹലോ, ഞാനൊരു മീറ്റിംഗില്ല. ഞാൻ തിരിച്ചു വിളിക്കാം. നിങ്ങളോടുള്ളത് പറയാലോ. ഞാൻ ചുമ്മാ പറഞ്ഞതാ മീറ്റിംഗിലാണെന്ന്. ഞാൻ ക്യാഷ് വാങ്ങിച്ച ഒരാളാ. ഓ സോറി, എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ അല്ലേ. ഞാൻ സനൽ, എൻ്റെ ഭാര്യ കല്യാണി, മകൾ മീനുക്കുട്ടി. ഞങ്ങൾ ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. എൻ്റെ വീട്ടിൽ സ്കൂൾ മാഷായ അച്ഛനോ അമ്മയോ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. കല്യാണിയുടെ മാതാപിതാക്കൾ നേരത്തെ മരണമടഞ്ഞ കാരണം അവൾ എൻ്റെ വീടിനടുത്തുള്ള ഒരു ബന്ധുവീട്ടിൽ നിൽക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് ഞങ്ങൾ പ്രണയത്തിലാവുന്നത്. ആകെ എതിർപ്പ് ബന്ധുവീട്ടിലെ ഏക ആൺതരി കിഷോർ. അവർക്ക് വലിയ കാര്യമാണ് അയാൾ ഇപ്പോഴും. പക്ഷെ എനിക്ക് അതിനോടുള്ള കലിപ്പ് ഇതുവരെ തീർന്നിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ പ്രശ്നം അതല്ല. ഞാനും കല്യാണിയും മകളും ഇപ്പൊ ഗൾഫിലാണ്. നാട്ടിൽ വന്നിട്ട് 5 വർഷമായി. എൻ്റെ അമ്മ മരിച്ചിട്ടും വരാൻ കഴിഞ്ഞില്ല. ബിസിനസ് തിരക്കുകളല്ല കാരണം കേട്ടോ. എൻ്റെ ഗ്ലാസ് ഫാക്ടറി പൊട്ടി. പാസ്പോർട്ടും ചെക്കും രേഖകളും എല്ലാം പണയം വെച്ച് പലിശക്കെടുത്തു. അങ്ങനെ എനിക്ക് ട്രാവൽ ബാനും കിട്ടി. ഈ വിദേശ രാജ്യങ്ങളിൽ കേസുകളിൽപ്പെട്ട നാട്ടിൽ പോകാൻ പറ്റില്ലെന്നേ. ഞാനും എൻ്റെ കുടുംബവും മാത്രമല്ല, എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന നാട്ടുകാരായ 4 എംപ്ലോയീസും എൻ്റെ കൂടെ ഇവിടെ പെട്ടിട്ടുണ്ട്. അവരെയൊക്കെ നാട്ടിലയക്കണമെങ്കിൽ ആദ്യം എൻ്റെ ഡോക്യുമെന്റ്സ് എല്ലാം ക്ലിയർ ആക്കണം. അതുകൊണ്ടെന്താ, അവരുടെ എല്ലാം ഭാര്യമാര് നാട്ടിൽ ഫ്രീ ആയിട്ട് എന്നെ ചീത്ത വിളിച്ച് നടക്കുന്നുണ്ട്. പക്ഷേ അതല്ല എൻ്റെ വിഷയം. ജീവിതത്തിൽ ആരും ഇല്ലാതിരുന്നിടത്തൊന്നും ഞാൻ കൈ പിടിച്ചു കൊണ്ടുവന്ന എൻ്റെ കല്യാണി. അവളും ഇപ്പം എന്നെ കുറ്റം പറിച്ചില്ല. എൻ്റെ നല്ല കാലത്ത് ഞാൻ കല്യാണി എങ്ങനെ നോക്കിയെന്നറിയോ? ഒന്ന് കണ്ടു നോക്ക്. പാതിമലരിതളിൽ പെയ്തപ്പൂനിലാക്കുളിരോ, ദേവഭാവനയിൽ തീർത്ഥമോഹശിലയഴകോ, പ്രേമയമുനയിലെ നറുനീരവത്തിരയിൽ നീന്തി നീരാടും കളഹംസ ചാരുതയോ.
കനവുകളിൽ തളിരണിയും പ്രണയാർദ്രലതികകളിൽ ചുറ്റിപ്പടരുമിളം കാറ്റലയിൽ രതിലാസലയഭാവം ഓഹോ മനതാരിലൊരു നോവ സുഖമഴ പൊഴിഞ്ഞ് ഓഹോ പ്രിയമോടെ മുളം തണ്ടിൽ സ്വരജതികൾ ഉണർന്നേ മഞ്ഞിൻ തൂവൽ വിശികത്തും മോഹപ്പക്ഷികൾ ചേക്കേറാനി നെഞ്ചിനുള്ളിൽ കൂടൊരുക്കിടാം മഞ്ഞിൻ തൂവൽ വിശികത്തും മോഹപ്പക്ഷികൾ ചേക്കേറാനി നെഞ്ചിനുള്ളിൽ കൂടൊരുക്കിടാം പാതിമലരിതളിൽ പെയ്ത പൂനിലാക്കുളിരോ ദേവഭാവനയിൽ തീർത്ഥമോഹശിലയഴകോ കരിവളയിൽ കുസൃതിയിടും പുളകാർദ്ര വിരലുകളാൽ ഇഷ്ടം പകരുമിളം കവിളിണയിൽ നിറസന്ധ്യാ സിന്ദൂരം ഓഹോ മിഴിയിണകളിലെ സ്നേഹം പുഴയായൊഴുകി ഓഹോ മഴവില്ലൊളിയായി നാണം മധുവായൊഴുകി തെന്നിപ്പായും തെന്നൽ കയ്യിൽ മിന്നാമിന്നികൾ ഊഞ്ഞാലാടി രാവിൻ കൂട്ടിൽ സ്വപ്നം നെയ്യുന്നു തെന്നിപ്പായും തെന്നൽ കയ്യിൽ മിന്നാമിന്നികൾ ഊഞ്ഞാലാടി രാവിൻ കൂട്ടിൽ സ്വപ്നം നെയ്യുന്നു പാതിമലരിതളിൽ പെയ്ത പൂനിലാക്കുളിരോ ദേവഭാവനയിൽ തീർത്ഥമോഹശിലയഴകോ പ്രേമയമുനയിലെ നറുനീരവത്തിരയിൽ നീന്തി നീരാടും കളഹംസ ചാരുതയോ പോലീസ് പോലീസ് എന്നെ വെടിവെക്കില്ലേ അയ്യോ പോലീസ് വെടിവെച്ചു കല്യാണി വെടിയല്ല അമുട്ട് നിങ്ങളുടെ ഈ വെടിയൊച്ച കാരണം ഇവിടെ എത്ര പാത്രങ്ങളാ പൊട്ടനെന്നറിയോ ആ കൊച്ചവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ദയവ് ചെയ്ത് ഒച്ച ഉണ്ടാക്കല്ലേ അതിനെ സ്കൂളിൽ ചേർക്കണമെന്നോ ഒരു നേരമെങ്കിലും കൊള്ളാവുന്ന എന്തെങ്കിലും അതിന് കഴിക്കാൻ കൊടുക്കണമെന്നോ ഉള്ള ചിന്ത സൺലേട്ടനുണ്ടോ ഇല്ലല്ലോ പോലീസ് വെടി വെടി പോലീസ് ഇങ്ങനെ അലറിക്കൊണ്ടിരുന്നോ കൊണ്ടോടങ്ങാൻ എത്ര തവണ നിന്നോട് ഞാൻ പറഞ്ഞതാ എൻ്റെ ഈ കടങ്ങളും കേസുകളും ഒക്കെ തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ മോളെ ഈ ലോകത്തെ ഏറ്റവും നല്ല സ്കൂളിൽ ചേർത്ത് നമ്മൾ പഠിപ്പിക്കും. അല്ലാതെ ഞാൻ മനഃപൂർവ്വമാണോ കല്യാണി? ഒരു 1.5 കോടി അത്രേ ഉള്ളൂ എൻ്റെ ബാധ്യത. അതൊക്കെ ഉടനെ തീർത്ത് എൻ്റെ പൊന്നും മോളെ ഒരു ദേവതയായി ഞാൻ വാഴിക്കും. നോക്കിക്കോ, നീ വെള്ളം കുടിക്കും. കുടിപ്പിക്കുന്നുണ്ടല്ലോ, കുറെ കാലമായിട്ട് തുടങ്ങിയതാ. ഹലോ ഹലോ ആ ഓ രാവിലെ തന്നെ തുടങ്ങിയല്ലേ മുടിഞ്ഞ കുടി. എത്തിയോ? തിന്നു കുടി ചുവമാരിവിടെ വൃത്തികേടാക്കിയിരിക്കുക. വൃത്തിയാക്കാനും പട്ടിണി കിടക്കാനും ഈ ഞാൻ മാത്രം. അരിയും പച്ചക്കറിയൊക്കെ തീർന്നു കുറെ കാലമായി. അതൊന്നും ഇവന്മാർക്കൊരു വിഷയമല്ല. അവർക്ക് വയറ് നിറച്ച് ഈ ബാറ്ററി വെള്ളം കുടിക്കണം. ഈ സുഹൃത്തിനോടും മോഹനനോടും പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ശാപ്പാട് വാങ്ങാൻ തരുന്ന കാശുകൊണ്ട് ലിക്കർ മേടിക്കരുതെന്ന്. പട്ടിണി കിടക്കാന്ന് പറഞ്ഞ് എന്നെ പിടിക്കാൻ വന്നേക്കരുത്. ചോറുള്ളത് ഇല്ലാത്തൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. കറക്റ്റായിട്ട് കള്ള് കിട്ടുന്നുണ്ടല്ലോ. തന്നെ എന്താ അങ്ങനെ ഫ്യൂഡലിസം പറയരുത്.
അങ്ങനെയാണെങ്കിൽ നമ്മളെ കയറ്റി അയക്കാനുള്ള പ്രശ്നങ്ങളും ഞങ്ങളെ ശമ്പള കുടിശ്ശേയും തീർത്ത് ഞങ്ങളെ അങ്ങ് കയറ്റി വിട്ടേരെ. പിള്ളേരെയും ഭാര്യയൊക്കെ കണ്ടിട്ട് 2-3 വർഷമായി, അറിയാവോ? എന്നെ എൻ്റെ വീട്ടുകാരെയൊക്കെ കൂടുതൽ സ്നേഹിച്ച എൻ്റെ നീതു വേറെ കെട്ടിയും പോയി. നിനക്ക് പിന്നെ ഏതടയ്ക്കാൻ പറ്റാത്ത തുണി കിട്ടിയാലും അത് നിന്റെ കാമുകയാണല്ലോ അല്ലേ? പെണ്ണല്ലേ, നഷ്ടത്തിന്റെ കണക്ക് പറഞ്ഞ ഞങ്ങൾക്കും പറയാനുണ്ട് ഒരുപാട്. വീടെണ്ണ ദാ, അരി സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള കാശുണ്ട്. സോപ്പും പേസ്റ്റും ഒക്കെ തീർന്നു. ഒരു രൂപ കള്ള് മേടിച്ചങ്ങ് തേച്ചാ മതി, നല്ല വൃത്തിയാവും. ഓ, വിജയണ്ണ വേഗം വാ, 1-2 സ്ഥലത്ത് പോകാനുണ്ട്. അല്ല, സാധനം തീർന്നിട്ടില്ല. എന്റെ അണ്ണ അടിയിലൊരു പാന്റ് ഇട്ടുണ്ട്, വാ. അത് ഒരുപാട് ഫിനിഷ് ചെയ്തിട്ടില്ല. അടിയിലൊന്നും ഇല്ലെങ്കിലും തുണിയില്ലാതെ ഞാൻ വീട്ടിൽ പോകും. ഓ, നിന്റെ ഒരു സോപ്പും പേസ്റ്റും. ഓ, അന്തിയും പോലും അറിയാത്തവനാ പല്ലുവേപ്പിന്റെ കാര്യം പറയാം. ഒന്നും നടക്കില്ല, ഈ കാശൊന്നും കിട്ടാനും പോകുന്നില്ല. ആ സോണിയുടെ പലിശയുടെ പലിശ കൊടുക്കാൻ സമയമായി. എന്റെ പലിശ കൊടുത്താലും തീരത്തില്ല, അല്ലയോ? അവസ്ഥ എല്ലാരും മുതലെടുക്കുക, നിങ്ങളടക്കം. അന്ന് ആ ശമ്പള കുടിശ്ശിക വാങ്ങി പോയിരുന്നെങ്കിലോ? കുടിച്ച കള്ളിപ്പോ ബോഹിലായി പോവല്ലോ. ഇതിനെക്കൊണ്ടൊക്കെ പോയാലേ നടക്കില്ല. ഞങ്ങളുടെ അവസ്ഥയോടൊന്ന് മനസ്സിലാക്കണം. എന്തവസ്ഥ? അത് വെച്ച് നോക്കുമ്പോ സോണി നിങ്ങളൊക്കെ കണക്കാ. മോനെ നിക്ക്. ഷോപ്പിംഗ് കഴിഞ്ഞുള്ള വരവാണെന്ന് തോന്നുന്നു. ഏയ് അങ്ങനൊന്നുമില്ല, കുറച്ച് സാധനങ്ങൾ മേടിച്ചു. ആ, നാളെ നിങ്ങളുടെ കമ്പനി ഡ്രൈവർ സുജിത്തിനൊന്ന് വിട്ടു തരണേ. ബുഹേറ വരെ ഒന്ന് പോണം. ലോങ് ഡ്രൈവ് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു പോകാൻ മടിയാ. ഓക്കേ, നോ പ്രോബ്ലം. ഞാൻ വിളിച്ചു പറയാം. ശരി. അത്യാവശ്യം സാധനങ്ങളുണ്ട്, ചിക്കനും. എരിവ് കൂട്ടി വരട്ടിയാ മതി. എരിവകം കൂട്ടിയാ ഇവിടെ വേറെ ആർക്കും കഴിക്കണ്ടല്ലോ. ഒരു കുഞ്ഞ് ഇവിടെ ഉണ്ടെന്നുള്ള വിചാരമുണ്ടോ? അതെങ്ങനെയാ? സ്വന്തം കാര്യം അത്രേ ഉള്ളൂ. തുടങ്ങി വീട് വന്ന് കയറി കൊണ്ട് മനുഷ്യരെ ഭ്രാന്ത് പിടിപ്പിക്കാൻ വേണ്ടിട്ട്. മോളെ, റിമോട്ട് എവിടെ? ആ, has improved. Expert views and critical business information. Keep it on the Asia Squawk Box. Rich and rich, sexy, classy. Do we look good? അച്ഛാ ഇതൊന്ന് തുറന്നു തരുമോ? മോളെ അമ്മ എടുത്തിയല്ലേ, ചെല്ലേ പൊക്കോ. അമ്മേ, ഇതൊന്ന് തുറന്നു തരുമോ? മീനു, ശല്യപ്പെടുത്താണ്ട് പോയേ. I'm gonna try and do this as long as I can. Acting's kind of come up. മോളത് കേട്ടോ. ഇതിന് മാത്രം ഒരു കുറവുമില്ല. എന്താ കല്യാണി, ഈയിടെയായിട്ട് എൻ്റെ അടുത്തൊരു ഇഷ്ടക്കുറവുണ്ട്. നല്ല നേരത്തെ. എന്താ ഈ നേരത്തിന് കുഴപ്പം? സന്നേട്ടാ വിട്, കഴിക്കാനുണ്ടാക്കണ്ടേ? നീ പറ കല്യാണി. ഏയ്, ഇന്നെന്താ ചിക്കനാ? മട്ടൻ. അപ്പൊ ചിക്കനോട് പോയി പറ. വിട്.
ഹലോ കിഷോറേട്ടാ. ഇല്ല കിഷോറേട്ടാ, ഒന്നും ആയിട്ടില്ല. 1-2 രൂപയല്ലല്ലോ. ആ ഇതാ കൊടുക്കാം. സനലേട്ടാ, കിഷോറേട്ടനാ എന്തോ പറയാനുണ്ടെന്ന്. എന്തോ അത്യാവശ്യ കാര്യം പറയാനാ. അത്യാവശ്യത്തിൽ കൂടി നിന്നോട് പറയുന്നുണ്ടല്ലോ, പിന്നെ എന്റെ അടുത്ത് എന്തുണ്ടാക്കാനാ? പ്ലീസ് സംസാരിക്കേ. ആ ഹലോ. എന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ നിങ്ങൾക്കാണോ എനിക്കാണോ കൂടുതൽ അറിയുന്നത്? ഇവിടുത്തെ കാര്യങ്ങൾ തീർക്കാൻ എനിക്കറിയാം. പ്രത്യേകിച്ച് ആരുടെ ഉപദേശമൊന്നും ആവശ്യമില്ല. പിന്നെ ഇക്കാര്യത്തില് ഒരുപാടങ്ങ് ബുദ്ധിമുട്ടണമെന്നില്ല കേട്ടോ. ഹലോ, വെറുപ്പിക്ക്, എല്ലാവരും വെറുപ്പിക്ക്. ഇനി ആരാ ഉള്ളേ? അവസാനത്തെ ആശ്രയായിരുന്നു മനുഷ്യൻ. അയാളെ വെറുപ്പിച്ചു. അയാൾക്ക് എന്തിന്റെ നേർച്ച ഉണ്ടായിട്ടാ? കേട്ട് മറന്ന ഒരു ബന്ധത്തിന്റെ പേരില് നമ്മളെ രക്ഷിച്ചിട്ട്. സ്കൂളിൽ പോവാതെ പാസ്പോർട്ട് ഇല്ലാതെ ഇവിടെ ഒരു പെങ്കൊച്ചുണ്ട്. അത് അയാളുടെ അല്ല, നിങ്ങളുടെയോ? അത് ആർക്കറിയാം? എന്നെ മോളെ കൊന്നിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് തെണ്ടി കിടക്ക്. പട്ടിണി സഹിക്കാം, ഒരു പെണ്ണ് സഹിക്കില്ല ഇങ്ങനെ ഓരോ വാക്കുകള്. ഹലോ, ഇല്ല സനലേട്ടാ, ഞാനവിടെ ഇല്ല. ആ സനലേട്ടൻ പറഞ്ഞിട്ട് മായനെ വിളിച്ചായിരുന്നു. ഞാൻ അവരെ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. എന്ത് പറ്റി? ഒന്നുമില്ലടാ, ഞാൻ വിളിച്ചോളാം. അയ്യോ, സോണി. എടാ പൊന്നു മോനെ സനലേട്ടാ, നീ ഏത് പൊത്തി പോയി വിളിച്ചാലും ഞാൻ നിന്നെ പിടിക്കും. നിന്റെ വീടൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. കല്യാണി ചേച്ചിയുടെ കൂടെ ഒരു ദിവസം ഞാൻ അവിടെ വന്ന് ഉണ്ട് കിടന്നുറങ്ങണമെന്നൊക്കെ വിചാരിച്ചതാ. ആ ഇനി ആകാലോ. അല്ല ചക്ര എവിടെ? അത് സോണി 2 ദിവസം തരാം. വീട്ടിലവിടെ പട്ടിണിയാ. കയ്യിൽ നയാ പൈസ ഇല്ല. പലിശ ഉടനെ തരാം. എനിക്കൊരു പുണ്ണാക്കും കേക്കണ്ട. പൊട്ടിപ്പൊളിഞ്ഞ് 10-15 കേസിലെ പ്രതിയായിട്ട് നീ നിൽക്കുമ്പോഴും അതും ഒരു രേഖയില്ലാതെ നിൽക്കുന്നവനാണ് നീ എന്നറിഞ്ഞിട്ട് നിനക്ക് ഞാൻ പണം തന്നതേ നാട്ടുകാരനായതുകൊണ്ട് മാത്രമാ. പിന്നെ കല്യാണി ചേച്ചി, എനിക്ക് അവര് ഭയങ്കര ഇഷ്ടമാ. അവരൊരു 1.5 മുതലാ. പ്ലീസ്, വീട്ടിരിക്കുന്നതിനെ കുറിച്ച് അനാവശ്യം പറയല്ലേ. നിന്റെ കാശ് ഞാൻ ഉടനെ തരും. ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നവനാ. എനിക്ക് എന്റെ കാശ് കിട്ടിയ പിന്നെ ഒന്നും വേണ്ട. സോണി, ഇപ്പൊ നീ തൽക്കാലം പോ. ഞാൻ അങ്ങോട്ട് വരാം. തൽക്കാലം പോവാം. പിന്നെ ആ ATM എന്തോ എടുത്ത് പോക്കറ്റിൽ വെച്ചിട്ടുണ്ടല്ലോ, അത് നോക്കട്ടെ. തൽക്കാലത്തേക്ക് ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. പോട്ടെ സനലേട്ടാ. കർത്താവേ. അത് മൊത്തം ഞാൻ കുടിക്കട്ടെ. മൊത്തവും കുടിച്ച് തീർക്കരുതെന്ന്. രാത്രിയിലത്തേക്ക് വേറെ ഇല്ല. എന്റെ പൊന്ന് വിജയേട്ടാ, വാകേറിയ ദൈവം നമുക്ക് വാറ്റും തരും. എടുത്ത് മോന്തിക്കൊണ്ടാ മതി. സനലായിരിക്കും. അവൻ എന്നെ വിളിച്ചായിരുന്നു, ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. ചെന്ന് ഇങ്ങോട്ട് വിളിച്ചോളൂ. ഓ ശരി. വേഗം അടച്ചേ. എന്ത് പാടേ ഇത്? ഒരു തരത്തിലെ അഡ്വക്കേറ്റിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടത്. എന്ത് പറ്റി? അടുക്കളത് എന്തോ ഒരു മണം. മത്തിയാണല്ലേ? എരിവ് കൂട്ടിനാണെന്നെ പോരിച്ചങ്ങനെ എടുക്കണ. റമ്മ ബ്രാൻഡിയാ? അത് രാത്രിയിലേക്ക് മാറ്റി വെച്ച് ഞാൻ എടുത്തു. വൈകുന്നേരത്ത് വെച്ചേക്കൂടെ തീർക്കും. അപ്പൊ നിനക്കും ഉണ്ട് ഈ അസുഖം. എരിവ് കൂട്ടിട്ട് ഇവന്മാർ ഓരോന്ന് പിടിപ്പിച്ചിട്ടേ ഇപ്പൊ ഇവിടുത്തെ കക്കൂസെ കയറിയ രക്തത്തിന്റെ മണമാ. ഈ മണം പിടിച്ച് കിടക്കുന്ന ജന്തുക്കളെയൊക്കെ നമ്മുടെ കൂടെ ഇട്ട പണി ആദ്യം നമുക്ക് കിട്ടിയ പണിയേക്കാൾ വലിയ പണിയായി പോയി. ഞാൻ തെളിച്ച് വിളിച്ചില്ലല്ലോ. ഈ വൃത്തികേടൊന്ന് നിർത്തോ? എന്തുവാ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കണ്ടില്ലേ?
നീ ആ ബാത്റൂം കിടക്കുന്ന പടുതി കണ്ടോ? ആ ഇനി ഞാൻ അതും കൂടെ കഴിയത്തരാം. അല്ല സല്ല ഇവന്മാര് ഇയാൾക്ക് വൃത്തിഭ്രാന്ത. ഡെയിലി 3 അണ്ടർവെയർ കഴുകാൻ ഉപയോഗിക്കുന്ന സോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ 5 പേര് 1 മാസം കുളിക്കുകയും 1 അണ്ടർവെയർ കഴുകിയിടുകയും ചെയ്യുമായിരുന്നു. ആരാ അയ്യോ കല്യാണം ഉടക്കി ഇറങ്ങി അവളാ കിടന്ന് വിളിക്കുന്നത്. അവളെന്തിനാ കിടന്ന് വിളിക്കുന്നത്? എണീറ്റ് നിന്ന് വിളിച്ചു. ഞാൻ പോട്ടെ. ചെലവിനുള്ള കാശ് എന്നിട്ട് പോടെ. എന്റെ കയ്യിൽ ഇല്ലെണ്ണാ. സുജിത്ത് വരട്ടെ. അവൻ വരുമ്പം അവന്റെ കയ്യിൽ മായ കൊടുത്തിട്ട് എന്തെങ്കിലും ഉണ്ടാവും. അതിന് തൽക്കാലം മേടിക്കേ. ഞാൻ കൊടുത്തേക്കാന്നേ. ഓക്കെ നിങ്ങൾ അടിക്കേ. നിങ്ങൾ അടിക്കാനോ? നീ ഇവിടെ കൊണ്ടുവച്ചിരിക്കുകയെന്നോ? ഉള്ളത് അവനും കൊണ്ട് ഊറ്റിയെടുത്തു. നാറി മീന് കഴിഞ്ഞ് നാറിയെന്ന് മറിച്ചിട്ട് മീന് മറിച്ചിട്ട് ദൈവമേ, ഇവരൊക്കെ ഡെയിലി ഓരോ വണ്ടികൾ. നമുക്ക് എന്നും സെയിം വണ്ടി. മോൾ ഉറങ്ങിയോ? ഉറക്കിയല്ലേ? മിനിക്കുട്ടാ മിനിക്കുട്ടാ ആമ കച്ചോട് പിണക്കാന്നോടാ. കല്ല് മോളെ. വേണ്ട പുന്നാരം. എന്തിനാ? സോറി, ആ മൂഡിൽ മനഃപൂർവ്വമല്ല, അങ്ങനെ പറ്റിപ്പോയതാ. അതെവിടെ 100 times സോറി. ഒന്ന് ക്ഷമിക്കടി. എന്ത് പറഞ്ഞാലും ചെയ്താലും ഒരു സോറി. കുടിച്ചു മറിയാൻ കാശുണ്ട്, വീട്ടുകാര്യത്തിനും കൊച്ചിന്റെ കാര്യത്തിനും കാശില്ല. മിനിക്കുട്ടാ, മോളുടെ കാര്യത്തിൽ ഇവിടെ എന്തെങ്കിലും കുറവുണ്ടോടാ? പറയ്. ഈ അച്ഛൻ എന്തെങ്കിലും കുറവുണ്ടോ? നീ പറയ്. അച്ഛന് കുറവല്ല, കൂടുതലേ ഉള്ളൂ. ഇതെല്ലാം അച്ഛന് കൂടുതലാ. അപ്പൊ സമാധാനായി. അതാകുമ്പം അപ്പുറത്തോളെ പോലെ നീ വെയില് ചാടില്ലല്ലോ. എടി അപ്പുറത്തെ മായില്ലേ, അവളത്ര ക്ലിയർ അല്ലടി. ഓ വലിയ കണ്ടുപിടുത്തം. ആദ്യം അവനും ക്ലിയർ ആവാൻ നോക്ക്. എന്താ? ദാഹിക്കുന്നു. കല്യാണി, ഒരു എന്താ വേണ്ടേ? ഗുഡ് നൈറ്റ് പിന്നെ സ്വീറ്റ് ഡ്രീംസ്. ഓ എഴുതി വെച്ചേക്കാം. ഷീറ്റ് വേണോ? വേണ്ടല്ലേ? ഇന്നത്തെ നല്ല മീൻകറി ആയിരുന്നു കേട്ടോ. ഇനിയിപ്പോ ഉറങ്ങാം.
എന്തിനിപ്പൊ അലാറൊക്കെ വെക്കണേ? കൃത്യസമയത്ത് അലറിക്കോളും ബാക്കിയുള്ളവർ ഉറക്കുന്നത്. 6 മണിയായിട്ടുണ്ടാവും വട്ടൻ. അവൻ കൊണ്ടുവരുന്ന കാണായിരുന്നു. ബാക്കിയുള്ള കിടന്ന് അലറി വിളിച്ചോണ്ട് കൊള്ളാം. കല്ലു, ആരോടെ എത്ര രാവിലെ? എന്ത്? അല്ല, ഞാൻ ബാത്റൂമിൽ നിന്നപ്പോ ആരുടെ ഒരു സൗണ്ട്. അത് മായച്ചിയ. മായയോ? എന്താ രാവിലെ തന്നെ? തേയില തീർന്നു. ഇതെന്താ? തേയിലയുടെ ചായ ഇടായിരുന്നു, പക്ഷെ തേയില ഇല്ലല്ലോ അല്ലേ? ഓ, തേയില വരുമ്പോ ഞാൻ വിളിക്കാം. ആ, എന്നാ ഞാൻ പോയി വ്യായാമം ചെയ്യട്ടോ. ഓ, ചെല്ല്. താനാ? എങ്ങനെ ഇങ്ങനെ കൂളായിട്ട് പാടാൻ പറ്റുന്നു? കല്ലൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ കല്യാണം വീഴ്ത്തേന് പാട്ട് പാടിയാ. ഞങ്ങളുടെ നാട്ടിലെ അറിയപ്പെടുന്നൊരു പാട്ടുകാരനായിരുന്നു. അച്ഛനും പാടും. മായ പാടോ? ഇല്ല. എന്തേ? ഇടയ്ക്കൊക്കെ ഒന്ന് പാടിക്കൂടെ? ഈ പ്രശ്നങ്ങൾക്കിടയിലും എങ്ങനെ ഇങ്ങനെ പാട്ടും പാടി ഒരു ടെൻഷനും ഇല്ലാതെ നടക്കാൻ കഴിയുന്നു എന്നാ ഞാൻ ചോദിച്ചത്. മോക്ക് 7 വയസ്സായില്ലേ? അവൾ ഏത് രാജ്യക്കാരിയായിട്ട് ജീവിക്കും? പാസ്പോർട്ട് ഇല്ല, രേഖകളില്ല. ഇനി താനും കൂടി ഉണ്ടായിരുന്നുള്ളൂ ഉപദേശിക്കാൻ. ഉപദേശിക്കാൻ പ്രത്യേകിച്ച് ചെലവൊന്നും ഇല്ലല്ലോ. അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ചേച്ചി. ആ, ചായപ്പൊടി വന്നിട്ടുണ്ട്. ചായ ഉണ്ടാക്കുന്നോ? വലിയ ഉപകാരം. നന്നാക്കാൻ വരുന്നവര് നല്ലവരായിരുന്നാ മതിയായിരുന്നു. ചെല്ലേ. ചായ വേണ്ട. താഴത്തെ ഷോപ്പുകാരുടെ പെണ്ണുങ്ങൾ വിളിച്ചു പറഞ്ഞ അയാൾക്ക് കടം തരുന്നതിന് ഒരു കുഴപ്പമില്ല. നമ്മളെങ്ങാനും നാളെ തരാന്ന് പറഞ്ഞാലോ കലിപ്പ്. നീ അവിടെ ചെന്ന് പറഞ്ഞ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഒന്ന് മേടിക്ക്. എനിക്ക് വയ്യ. കഴിഞ്ഞ തവണ വാങ്ങിയ സാധനങ്ങളുടെ കാശ് പോലും കൊടുത്തിട്ടില്ല. അത് ഞാൻ നോക്കട്ടെ. എന്തൊരു നരകം പിടിച്ച ജീവിതം എന്റെ ദൈവമേ. എന്താ നോക്കണേ? സനലേ, വാടകയുടെ ചെക്ക് ബൗൺസ് ആയിട്ട് 2 ആഴ്ച കഴിഞ്ഞു. അതവിടെ നിൽക്കട്ടെ. കഴിഞ്ഞതിന്റെ ഇലക്ട്രിസിറ്റിയും വാട്ടറും നീ അടച്ചിട്ടില്ല. നിങ്ങൾ മാത്രമല്ല ഈ ഫ്ലാറ്റിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. 2 ദിവസം മുമ്പ് കറണ്ടും വെള്ളവും കട്ട് ചെയ്യാൻ പറഞ്ഞതാ. പിന്നെ ഒരു മലയാളി കുടുംബം ഒരു കുട്ടിയെ ഇട്ടുകൊണ്ട് വെള്ളവും വെളിച്ചവും ഇല്ലാതെ കഴിയുന്നത് എങ്ങനെയാന്ന് വെച്ചാ. പക്ഷേ ഇനി പറ്റില്ല എന്ന് വെച്ചാ പറ്റില്ല. എന്റെ പണി പോണ കേസാ. 3-4 ദിവസം കൂടി ഒന്ന് ക്ഷമിക്ക്. ഞങ്ങളിവിടെ താമസിക്കുന്ന തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ. ഞാനും മറ്റുള്ളവരെ പോലെ കറക്റ്റായിട്ട് തന്നോണ്ടിരുന്നല്ലേ. നമുക്കതൊന്നും അറിയില്ല. നിങ്ങൾ അതൊക്കെ ഓഫീസിൽ പോയി പറ. നിങ്ങൾ കാശ് കളിച്ചു കളഞ്ഞതിന് ഞാനെന്ത് പഴച്ച്? നമ്മുടെ പണി പോയാൽ നിന്റെ അടക്ക് പിള്ളേരെ പഠിപ്പിക്കാതെയും പട്ടിണി കിട്ടും പഴച്ചു പോകാൻ പറ്റത്തില്ല. എന്താടാ ഇത്? നിങ്ങളുടെ കുടുംബസ്വത്തൊന്നും അല്ലല്ലോ. ഞാൻ ഓഫീസിലോട്ട് ചെല്ലട്ടെ. എന്തും ആരുടെ മുഖത്തൊക്കെ പറയാനുള്ള അധികാരം നിങ്ങൾക്ക് ആരാണെന്ന് എനിക്കൊന്നും അറിയണമല്ലോ. ഒന്ന് പോടാ അവിടെ നിന്ന്. നീ എന്റെ വാഴപ്പിക്കാൻ നോക്കുക. നീ പോടാ. ഒരു നാള് തീരാത്ത പ്രശ്നങ്ങൾ. കേസുകളുടെ എണ്ണത്തിന് കുറവൊന്നുമില്ല. ദിവസം ചെല്ലും തോറും കൂടിക്കൂടി വരിക. ഇനിയിപ്പോ താമസിക്കുന്ന ഫ്ലാറ്റുകാർ കൂടി കേസ് കൊടുത്താൽ സമാധാനം. നീ ഇങ്ങനെ പിടിക്കപ്പെടാതെ എത്ര നാൾ കഴിയും ഇവിടെ? ഇപ്പൊ ഞങ്ങളെ കൂടെ പെടുത്തി കളഞ്ഞു. എന്ത് ചെയ്യുമെന്ന് പറ. നിങ്ങളോട് ഞാൻ അന്ന് പറഞ്ഞതാ, തരാനുള്ള കാശ് എങ്ങനെയെങ്കിലും ഞാൻ നാട്ടിൽ തരാം, എങ്ങനെയെങ്കിലും പോകാൻ നോക്കുന്നു. അന്ന് പോകാതിരുന്നിട്ട് എപ്പോഴും എന്നെ കുറ്റം പറിച്ചില്ല. കുറ്റം പറയുന്നതിലാണോ? എത്രയെന്ന് വെച്ചാ കാത്തിരിക്കുന്നത്? ഞങ്ങൾ നാട്ടിലെത്തിക്കാൻ നോക്ക്. എനിക്ക് തോന്നുന്നു 5-6 വർഷം കൂടുമ്പോ സർക്കാർ നൽകുന്ന പൊതുമാപ്പിലെ നാട്ടിൽ പോകാൻ പറ്റത്തോളം. അങ്ങനെ തന്നെയാ. എന്തേ? അങ്ങനെ തന്നെ വരുമോ? അപ്പൊ പെണ്ണും പടക്കൊഴിയുള്ള ഞങ്ങളുടെ കാര്യം ഒന്ന് നീ ആലോചിച്ച് നോക്കൂ. നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഇപ്പൊ നിങ്ങളുടെ കാര്യം ആരാ നോക്കുന്നത്? ചെല്ലേ. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. കുറെ നാളായി സഹിക്കുന്നു. വീട് ഞാൻ ഫ്രണ്ടിൽ കയറും. നേരത്തെ ഫ്രണ്ടില് ഞാൻ. അച്ഛൻ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും.
അച്ഛനെ ഒന്ന് വന്ന് കാണാൻ പറ്റാത്തതിന്റെ വിഷമത്തില സൺലേട്ടൻ. ഇനിയിപ്പോ കുറച്ച് പ്രശ്നങ്ങളേ ഉള്ളൂ. അതോടി കഴിഞ്ഞാ ഞങ്ങൾ അങ്ങ് വരും. പിന്നെ എന്നും അച്ഛന്റെ കൂടെ ഉണ്ടാവും ഞങ്ങള്. മീനു ചവിട്ടിലടി. മോളാണോ? അവളുടെ കയ്യിലൊന്ന് കൊടുത്തേ. മോളെ ഇവിടെ വാ. അപ്പൂപ്പനാ നിന്നോട് സംസാരിക്കണെന്ന്. വേഗം വാ ബിനു. വാ മായേച്ചി. സൺലേട്ടന്റെ അച്ഛനാ. മീനു അടുത്ത വീട്ടിലെ കുട്ടിയാ? ശരി, മോള് വെച്ചോളൂ. സനല് വിളിച്ചിട്ട് ഒരുപാട് നാളായി. അവനോടൊന്ന് വിളിക്കാൻ പറ. അവനെ അങ്ങോട്ട് വിളിക്കാന്ന് വെച്ചാൽ അവൻ ഓരോ ദിവസം ഓരോ നമ്പർ അല്ലേ. ശരി മോളെ. ശരി അച്ഛാ. സൺലേട്ടന്റെ അച്ഛൻ വീട്ടിൽ ഒറ്റയ്ക്കാ? കൂട്ടുകാരായിട്ട് ഏർപ്പാടാക്കിയ ഒരു ഹോം നഴ്സ് ഉണ്ട് സഹായത്തിന്. അച്ഛന് ഞങ്ങളെ കാണാത്തന്റെ വേവലാതിയ. അതിന്റെ കൂടെ ഒന്നും നടക്കില്ലെങ്കിലും ഈ സൺലേട്ടൻ അങ്ങോട്ട് പോവാൻ സാധിക്കാത്തോണ്ട് അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നും അതിനുള്ള ശ്രമത്തിലാന്നും വെറുതെ അങ്ങ് പറയും. ചുമ്മാ പറയാന്ന് പാവം അച്ഛനറിയില്ലല്ലോ. സനലേട്ടന്റെ അമ്മ മരിച്ചപ്പോ നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ലല്ലോ. ഇതെങ്കിലും അങ്ങനെ ആവാതിരുന്നാ മതിയായിരുന്നു. അയ്യോ സോറി, അങ്ങനെയല്ല. മോളെ ഒന്നും കണ്ടിട്ടും കൂടി ഇല്ലല്ലോ. ആ അർത്ഥത്തിൽ പറഞ്ഞു പോയതാ. ആ അത് വിട് കല്യാണി. ഇന്നെന്താ ഊണിന് കറി? അത് മീനൂട്ടി ഇങ് വന്നേ. ഇല്ല. മീനൂട്ടി ആന്റി വിളിക്കണ കേട്ടില്ലേ? ഇവിടെ വന്നിരിക്കുന്നതാ എനിക്ക് ആകെയുള്ളൊരു ആശ്വാസം. അവിടെ ഒരാൾ പോകുന്നതും വരുന്നതും ഞാൻ പോലും അറിയാറില്ല. ഒന്നും മിണ്ടി പറയാൻ ചേച്ചിയെ കിട്ടുന്നതാ എനിക്കൊരാശ്വാസം. വലിയ പഠിത്തമൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ വല്ല ജോലിക്കെങ്കിലും ശ്രമിക്കായിരുന്നു. ചേട്ടനാ? ഓക്കെ കല്യാണി, ഞാൻ പോകുന്നു. ലഞ്ച് ബ്രേക്ക് ടൈം ആവും, അതാവും വിളിച്ചത്. കട്ട് ചെയ്ത് അറിഞ്ഞൂടെ? എന്തെങ്കിലും കാര്യം ഉണ്ടാവുന്ന? ഞാൻ കല്യാണിയുടെ അടുത്തായിരുന്നു. ഭാഗ്യത്തിന് അവൾക്ക് മനസ്സിലായില്ല. എന്നാലും ഞാനൊന്ന് ഞെട്ടി. അണ്ണാ, സുജിത്തിന് അവിടെ ഏത് കൂട്ടുകാരാ ഉള്ളത്? അവന് ചുറ്റിക്കളി ഒരു അല്പം കൂടുന്നുണ്ട് കേട്ടോ. ഒന്നാമതെ വിസയും പേപ്പറും ഒന്നും ഇല്ലാത്താണ്. അതിൻ്റെ കൂടി ഈ കറങ്ങണ പെമ്പിള്ളാരം കാണാൻ കാല് മാറിയ ഈ നാട്ടിലെ കേസ് വേറെയാണേ, അറിയാലോ. ആ ഇപ്പൊ അവൻ അവിടെ നിന്ന് മുങ്ങിയതേ സോണിയുടെ ഗോഡൌണിൽ പോവാനാ. സോണി അവനെ ചാക്കിട്ട് വെച്ചിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യും. ബോട്ടിൽ മേടിച്ചു കൊടുക്കാം. ഓഹോ, അത് ശരി. എന്തൊക്കെയോ ഇടപാട് നടക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കള്ളു വാങ്ങിച്ചു കൊടുക്കലും എസ്കോട്ട് പോകലും പലിശക്കാശ് പിരിച്ചു കൊടുക്കാനും ഗൂണ്ടായസം കാട്ടാനും ഒക്കെ അവനെയും വിളിക്കാറുണ്ടെന്ന് കേട്ടു. അവൻ അതിൽ ഇച്ചിരി ചിക്കിളിയിട്ടാറുണ്ട്. അങ്ങനെയെങ്കിലും ചില്ലറ ഉണ്ടാക്കുന്നുണ്ടല്ലോ. നമ്മളെ പോലെ കുടുംബം നോക്കാണ്ട് റൂമിൽ കുത്തിരിക്കണ്ടല്ലോ. ചെറിയ കാര്യത്തിന് വന്നേ സാമിയെങ്കിലും നേരത്തെ ഈ കാര്യം പറയണ്ടായിരുന്നോ? അത് എന്തായാലും ഇനിയെങ്കിലും അവന്റെ മേലൊരു കണ്ണ് വേണം. വല്ലതും ചില്ലറ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഞാനും. എന്തോ ചെയ്യാനാ, ഓരോരുത്തന്മാരുടെ സ്വഭാവം ഇങ്ങനെ ആയി പോയാലേ. വാ പോയി വണ്ടി എനിക്കറിയാൻ കയറാൻ ആരും എടുത്ത് കേട്ടണ്ട. മോനോ അപ്പുറത്തോട്ട് കയറ്. ഫ്രണ്ട് കയറിക്കളയല്ലേ. അണ്ണാ ഫ്രണ്ടിൽ കയറി അട്ടിയിട്ടിരുന്നു. അതെന്റെ സ്ഥിര സീറ്റാ. ഓ अस्सलाम वालेकुम रबाब. वालेकुम सलाम. कैफ हालक सना? Say na रबाब. Where is rent? I need some more time, रबाब. No. I will give 2 more days. Otherwise, call police. Okay? Please, रबाब. Yalla सना, कलास. Go. मेरा अभी बड़ा प्रॉब्लम है. मेरे लिए एक. Yalla सना, क्या? चल. 2 ദിവസം കൂടെ നീട്ടി കിട്ടി. See you. എന്നെ ഇട്ട് ഓടിക്കാത്ര. ഞാൻ എത്ര ദിവസം നിന്നെ വിളിക്കുന്നു. എപ്പോ ഫോണാണ് എടുക്കുകയില്ല. ആണല്ലേ? അഥവാ ഫോൺ എടുത്താ സാർ ഞാനൊരു മീറ്റിംഗിലാണ്, അല്പം തിരക്കുണ്ട്, പിന്നെ വിളിക്കാം. എന്ത് മീറ്റിംഗാടാ? തേങ്ങാക്കൊല. സൺലേ ഇത് പ്രശ്നമാവുകയെ. നാട്ടിലെ വക്കീൽ ഓഫീസല്ല ഇത്, അറബികളിൽ. പോയോ? എവിടെ പോയി? എടാ, ഒന്നുകിൽ പിടി കൊടുക്ക്,
അകത്ത് കിടന്നാലേ കുറച്ച് കേസെങ്കിലും ഒഴിഞ്ഞു കിട്ടും. ആണോ? അത് കോടതിയുടെ ഒരു രീതിയാ. ഓക്കെ, വക്കീലൊരു കാര്യം ചെയ്യും, നാളെ രാവിലെ ഞാൻ നിങ്ങളുടെ ഓഫീസിൽ കൊണ്ടെത്തിക്കാന്ന്. എടാ സനലേ, ഞാനിത് എത്ര കണ്ടതാ നിന്നെ. വക്കീലെ, എല്ലാം ശരിയാവും. കുറച്ചും കൂടി ഒന്ന് കഴിയുമ്പോൾ നോക്കിക്കോ. വിദേശ രാജ്യത്ത് 10-18 കേസുള്ളവന്റെ ആത്മവിശ്വാസം. എല്ലാം ചെക്കേഴ്സ് അല്ലേ, കൊലപാതകമൊന്നും അല്ലല്ലോ. എടാ, ഇതിനേക്കാളും ഭേദം 1-2 കൊലപാതകം ചെയ്യായിരുന്നു നല്ലത്. നിന്റെ കുടുംബം കൂടി ഇങ്ങനെ ഗതികേടിലാവില്ലല്ലോ. ആ, അടുത്ത പൊതുമാപ്പ് പ്രഖ്യാപിക്കുമ്പോഴെങ്കിലും കുടുംബത്തെയും ജോലിക്കാരെയും നാട്ടിലേക്ക് കയറ്റി അയക്കാൻ നോക്ക്. നാളെ തന്നെ കാശിന്റെ കാര്യത്തിൽ നീ എന്തെങ്കിലും ചെയ്യണം. എടാ, നിന്റെ അപ്പനെങ്ങനുണ്ട്? എന്റെ ആ പാവം ചങ്ങാതിന്റെ ഫോൺ വരുമ്പോ ഒരു കള്ളനെ പോലെയാ ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നത്. എന്ത് പറഞ്ഞടാ ഞാൻ സമാധാനിപ്പിക്കുക? എങ്ങനെ വളർത്തിയതാ അയാള് നിന്നെ? ആ പിന്നെ, നാളെ കാലത്ത് നീ ഓഫീസിൽ വരണം. കാശും കൊണ്ട് മറക്കണ്ട, കേട്ടല്ലോ? ഉപദേശം മാത്രം ഫ്രീ ആയിട്ട് കിട്ടും. എന്നാൽ ഇത്ര കാശൊന്നും സഹായിച്ചൂടെ? കാലി ഉപദേശം മിലക ഫ്രീ ബായ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച കുറച്ച് പാഠങ്ങളുണ്ട്. ഏത് വഴിയിലൂടെ ഉണ്ടാക്കുന്ന പണത്തിനും അതിൻ്റെ എല്ലാ ഗുണവും മണവും വിലയും ഉണ്ടെന്ന്. പണത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? വല്ലവൻ്റെയൊക്കെ പണം, നിങ്ങളുടേതടക്കം ചെറിയൊരു ശതമാനത്തിന് എനിക്ക് തരുന്നതാ 10-നും 15-നും കൊടുത്ത് ഞാൻ കാശുണ്ടാക്കുന്നത്. നിങ്ങളടക്കമുള്ളവർക്ക് ഞാനും ബ്ലാങ്ക് ചെക്ക് വീടും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതെ, നമുക്ക് 6% തന്നിട്ട് നിങ്ങൾ 25% അല്ലേ വാങ്ങുന്നത്? ഒരു 8% തന്നൂടെ? പട്ടേലിന് വേണമെങ്കിൽ ഞാനൊരു 8-ന്റെ പണി തരാം. ചുമ്മാ നിങ്ങൾ പാവം. ആയിരിക്കുന്ന മാത്യു സാറുണ്ടല്ലോ, ഭയങ്കര ഡേഞ്ചറാ. ഒരു ജോസ് പ്രകാശ് ആണെന്നേ. വെടിവെച്ച് നമ്മളെ മുതലക്കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്ന ഇനവാ. അപ്പൊ ആ റിസ്ക് എടുക്കുന്ന എനിക്ക് അതിനകത്ത് വരുമാനം കിട്ടണ്ടേ? വേണ്ടേ? സുഹിത്തേ, പട്ടേലും വാ. എടാ സുഹിത്തേ, അവളുടെ ഫ്ലാറ്റ് ഒന്ന് കാണിച്ചാടാ. ശരിയാക്കാണ. സോണിച്ച, ഇവനെ വിശ്വസിക്കരുതേ. ഇവൻ ശരിയാക്കി തരാന്ന് പറഞ്ഞ 2 കാര്യങ്ങളും ഇതുവരെ നടന്നിട്ടില്ല. സനലിന്റെ രാജ്യത്തെ സീതാഭരണവും ആ അക്കൗണ്ടന്റ് സ്വാമിയുടെ പണച്ചാക്കിനെ പൊക്കുന്ന കാര്യവും രണ്ടും ഗോവിന്ദ. അതെ, എന്തായി സുബ്ബസ്വാമിയുടെ കയ്യിലുള്ള മില്ലനയർ പയ്യൻ? കമ്മീഷൻ കിട്ടുന്ന പരിപാടി അല്ലടാ സുഹിത്തേ. സോണിച്ച, എന്നെ കൂടെ ഒന്ന് കൂട്ടടാ. നാളെ ഉച്ച വരെ നോക്കും. അത് കഴിഞ്ഞാൽ കറണ്ട് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റന്നാ മുഴുവൻ കാശ് അടച്ചിട്ടില്ലെങ്കിൽ കൂടും കിടക്കെടുത്ത് പുറത്തോട്ട് വെക്കണം. പിന്നെ ഓഫീസിൽ പോയി പറഞ്ഞ് എന്നെ അങ്ങ് മൂക്കി കയറ്റി കളയും. ആദ്യം ലിഫ്റ്റിലെ ഫോണൊക്കെ ശരിയാക്കി വെക്ക്. വർത്താനം പറയണം. ഇവൻ എൻ്റെ മേടിച്ചിട്ടേ പോകും. എന്തായി സനലേട്ടാ വാടകയുടെ കാര്യം? ഇന്നെന്താ കറി? നല്ല വിശപ്പുണ്ട്, കഴിച്ചിട്ട് കുളിക്കാം. ചോദിച്ചത് കേട്ടില്ലേ? എന്തായി വാടകക്കാരിന്ന്? ആ നാത്തൂർ വന്നിരുന്നു. 2 ദിവസത്തിനുള്ളിൽ കാശ് കൊടുത്തില്ലെങ്കിൽ മറ്റന്നാ തന്നെ കേസാക്കുന്ന പറയുന്നേ. മറ്റന്നാ തന്നെ കേസ്? ഇനി സ്വന്തം പേര് 18 കേസുള്ള എൻ്റെ അടുത്ത് അവൻ്റെ കളി. അതെ, ഒരു പുതിയ കേസ് അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ മിനിമം ഒരാഴ്ച എടുക്കും. സനലേട്ടാ കളിക്കല്ലേ? ഈ കറണ്ടും വെള്ളവും കട്ട് ചെയ്താ മോളെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും?
ഏയ് അതൊന്നുമില്ല. ആദവും ഹവ്വയും മുതൽ ഇങ്ങോട്ട് കുറേ കാലം മനുഷ്യരാശി ഇതൊന്നുമില്ലാതെ ജീവിച്ചിട്ടുണ്ടെങ്കിലും നമ്മള് അങ്ങനൊന്നും ജീവിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതെ, ജീവിക്കാൻ പോകുന്നില്ല. കൂട്ട ആത്മഹത്യ നല്ലത്. മോളെ കരുതി എത്രയും നാളും. ഇലക്ട്രിസിറ്റി കട്ട് ചെയ്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന ആദ്യത്തെ ലേഡി എന്ന ബഹുമതി എന്റെ കല്യാണിക്കായിരിക്കും. മോളെ, നമ്മളൊരു ഉഗ്രൻ ട്രിപ്പ് പോകാൻ പോവാ. നീ റെഡി ആയിക്കോ. ദേ, ഇനി കൂട്ടിലടച്ചിട്ട് വളർത്തുന്ന കുട്ടിയെ കൂടെ വെറുതെ മോഹിപ്പിക്കല്ലേ. ദേ, നീ ഇപ്പൊ സ്ഥിരമായിട്ട് സീരിയൽ എന്തോ കാണുന്നുണ്ട് കേട്ടോ. കംപ്ലീറ്റ് പൈങ്കിളികളാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. ദേ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ സീരിയസ് ആയിട്ടൊന്നേ. നീ ബാഗൊക്കെ റെഡി ആക്കി വെക്ക. കുറച്ച് ദിവസം നമുക്ക് ഇവിടുന്ന് മാറി നിൽക്കാനുള്ളൊരു ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. രാവിലെ ആ സെക്യൂരിറ്റി പന്നി ഉണരുന്നതിന് മുമ്പ് ഇവിടുന്ന് എസ്കേപ്പ് ആവണം. ചെല്ലുന്നേ. ഈ ഉണ്ടക്കണ്ട് ഇങ്ങനെ അങ്ങ് മിഴിക്കല്ലേ. അവസാനം കറിക്കാത്ത വീണ്ടും ഞാനത് നോൺ വെജാ കഴിക്കേണ്ടി വരും കേട്ടോ. ആ വിജയണ്ണ, ഞങ്ങള് 2 ദിവസം ഉണ്ടാവില്ല. ഒരു ചെറിയ യാത്ര. ഞാൻ കടല് കാണിച്ചു. ഇപ്പൊ അടുത്തത് കാട് കേട്ടാ. അച്ഛാ, അതാണോ വീട്? നമുക്ക് ഇവിടെ നിന്നിറങ്ങി നടന്നു പോകാം. കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു സല്ലേട്ടാ. നല്ല രസല്ലേ ഈ കുന്നുകൾക്കും മലകൾക്കും ഇടയിൽ നമ്മൾ മാത്രം. അരേ അസ്ലം ഭായ്, ഭായ് അസ്ലം ഭായ്. എന്തോ ഒരു ഭീകരത പോലെ തോന്നുന്നു. ഇവിടുത്തെ ആൾക്കാരെയൊക്കെ കാണുമ്പോ പേടിയാവുക. മോളുടെ മാലേ എങ്ങനെങ്കിലും വിട്ടിട്ട് വാടക അടയ്ക്ക്. ഇപ്പൊ ഊരി തന്ന 2 ദിവസം മുമ്പ് തന്നിരുന്നെങ്കിൽ
ഈ യാത്രയുടെ തന്നെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ആവശ്യമുള്ളപ്പോൾ ആരും തരില്ല. പിന്നെ അത് പലിശയുടെ പലിശയും കേസും ഒക്കെ ആവുമ്പോൾ കൊണ്ടുത്തരും. പഴങ്കഥ പറയണ്ട, ഉള്ളതൊക്കെ തീർന്നേ. ഇനിതാ ഇതും കൂടി ഉള്ളു ബാക്കി. നാളെ രാവിലെ തന്നെ പോയിട്ട് വാ, നമുക്ക് വേഗം തിരിച്ചു പോവാം. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിറങ്ങാം. ലോകത്ത് എത്ര വലിയ ഹോട്ടലിൽ പോയാലും നിന്റെ കുക്കിങ്ങിന്റെ ടേസ്റ്റ് ഇല്ല. ഞാൻ ഈ ഗ്ലാസ് ബിസിനസ് പോലെ പൊട്ടാൻ ചാൻസ് ഉള്ള ബിസിനസ് ചെയ്ത സമയത്ത് നിന്നെ കുക്കാക്കി ഒരു ഹോട്ടൽ തുടങ്ങിയാൽ മതിയായിരുന്നു. എന്നെ പൊക്കി മാനം മുട്ടിക്കണ്ട. രാവിലെ ആഹാരം കഴിച്ചിട്ട് പോയാ മതി. തീർന്നില്ലേ? പോകുമ്പോ ഈ വാച്ചും കൂടി ഒന്ന് ശരിയാക്കണം. എന്തു പറ്റി? എന്റെ സമയം ശരിയല്ലാന്ന് തോന്നുന്നു. ഹലോ സ്വാമിയാ, നീ എത്രയും പെട്ടെന്ന് ക്യാമ്പിലേക്ക് വരണം. എന്താ കാര്യം പറയേ? അത്യാവശ്യമാ, നീ ഒന്ന് വേഗം വാ. ഇവിടെ ആകെ പ്രശ്നത്തിലാണ്. ആ, ഞാൻ ഇപ്പൊ എത്താം. ഇവൻ ആ സോണിയുടെ ഏർപ്പാടിൽ ഏതോ വമ്പൻ ടീമുമായിട്ട് ഡോളർ ഇരട്ടിപ്പിന്റെ കാരിയറായി നിന്നു. ഇപ്പൊ ഒറിജിനൽ കാശുകൊണ്ട് ഏതോ കറമ്പന്മാർ പോയി. ഇരട്ടിപ്പ് പൈസ അമാർക്ക് കിട്ടിയതുമില്ല. സോണി പറഞ്ഞത് ഒറിജിനൽ കാശ് പറ്റിച്ചുകൊണ്ട് പോയത് ഇവന്റെ കയ്യിൽ നിന്നാന്ന്. അതിന് പറഞ്ഞിട്ടത് കാര്യമൊന്നുമില്ല. പറ്റിയത് പറ്റി. ഇനി എല്ലാവർക്കും പോയി അഴിയണ്ണ. എന്റെ ദൈവമേ, എല്ലാരും അകത്താകുമ്പോ സമാധാനാവുമല്ലോ. അവന്റെ ഒരു സോണി. ദേ സംഗതി വഷളാണേ. നീ ബിസിനസ് നടത്തി കാശ് കളഞ്ഞു വിളിച്ച കേസല്ല ഇത്. സ്മഗ്ലിങ്. എല്ലാരും ഇവിടെ ജീവിതകാലം മുഴുവൻ അഴിയണ്ണേണ്ടി വരും. ഇതൊക്കെ ഇവന് സോണി ചേർന്നുള്ള കളിയാ. എന്റെ കയ്യിൽ ഒരു നയാ പൈസ അറിഞ്ഞുകൂടെ? ഞാൻ സോണിയോട് ചേർന്ന് പറ്റിക്കാനൊന്നുമല്ല. കയ്യിൽ കാശ് വേണ്ടേ? പണിയെടുക്കാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യും? നാട്ടിലാണെങ്കിൽ പോകാനും പറ്റില്ല. നാട്ടിൽ പോയി ഇവനുണ്ടാക്കും. നീ ഇനി പോകണ്ടടാ. നിന്നെ ഞാൻ വെള്ളം കോരിയിട്ട് നീ എന്തോന്ന് പറയുന്നേ? അവന്മാരെ എന്തെങ്കിലും പറഞ്ഞ് സെറ്റിൽ ചെയ്യാൻ. എന്ത് സെറ്റിൽ ചെയ്യാൻ? എന്തായാലും പറ്റിയതൊക്കെ പറ്റി. എല്ലാരും കൂടെ അടിയണ്ടാവും. ആദ്യം ഇവരെ ഞാൻ തീർത്തു. ഇവരൊക്കെ വേണ്ടി രാവിലെ വൈകിട്ട്. Give the bag. Give. Take your money back and give me back my money. അല്ല, this is not my bag. No, you are the boss. Give me the money, otherwise I will shoot you. I have no money, please. You are a person. You. This is not enough. This is not enough. Understand me, please. More money. No money, please. Don't give me more money. You will see blood. I will kill you, idiot. Yo, in a car. Car is enough for my money. Please, my car and purse. Take your bag. Your car, engine, everything finished. Go and find it in scrap market. Let's go. എന്നിട്ടോ നിൽക്കുന്നുണ്ടോ? നിങ്ങൾ നടക്കുക പോലും. ഇവരെ ഞാൻ നോക്കിയോ. മോളെ, മീനുട്ടി, മോളെ. മോളെ, മോളെ. സല്ലേട്ടാ, സല്ലേട്ടാ, നമുക്ക് ഇവിടുന്ന് പോവാം. അവിടെ എല്ലാം ശരിയാക്കിയോ? അവര് സമ്മതിച്ചോ? സമ്മതിച്ചില്ലെങ്കിൽ വേണ്ട. ഞാൻ പറയുന്നൊന്ന് കേക്ക്. നമുക്ക് വെളിച്ചോ ഒന്നും വേണ്ട. ബാക്കി പൈസ നമുക്ക് കിഷോറേട്ടനെ വാങ്ങാം. വാ വാ, ഒരിക്കലെങ്കിലും ഞാൻ പറയുന്നൊന്ന് കേക്ക്. സ്വർണം വിറ്റ കാശ് ആ സുയിത്തുണ്ടാക്കിയ ഒരു പ്രശ്നത്തില് കാശും വേണ്ടി അവര് പിടിച്ചു മേടിച്ചു. എന്നിട്ട് കല്യാണി, നമുക്ക് ഇവിടെ തന്നെ. നിങ്ങൾക്ക് ഞങ്ങൾ ഒന്ന് രക്ഷിക്കാമോ? പ്ലീസ്. അവനാ കല്യാണി, ഞാൻ പറഞ്ഞു നീ ഒന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട.
ശരി. ആ ആ ഓക്കെ. ആരടി ഫോണില്? ആ ഹലോ ഒരു സെക്കൻഡേ. ഹലോ, ഇതാ റെസിപ്റ്റ്. ഇതുവരെയുള്ള കുടിശ്ശിക ആരോ വന്ന് അടച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും നന്നായി ഒന്ന് ജീവിക്കാൻ നോക്ക്. പോടോ ഇറങ്ങി. ആ പറയേ. ആരടി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നേ? ആരാ ഈ ബില്ലടച്ചേ? ഓ ലവനായിരിക്കും, നിന്റെ മറ്റേ കിഷോറേട്ടൻ. കുഞ്ഞിന്റെ ആകുള്ള സ്വർണ്ണവും എന്റെ സ്വർണ്ണവും വിറ്റ് വെല്ലോനും കൊടുത്തിട്ട് എന്റെ മെക്കെട്ട് കയറാതെ ആണത്തോ പിടിച്ചു വാങ്ങിനോട് കാണിക്കേ. നാണമില്ലല്ലോ. എന്നെ ഭരിക്കാൻ വരുന്നു. ഞാൻ കാശില്ലാത്തവനായത് മുതൽ കാണാൻ തുടങ്ങിയതാ നിന്റെ ഈ പുച്ഛം. ഞാനിവിടെ നിന്നാ എല്ലാവരും വിളിച്ചു കേട്ടുന്നോട് കാണേണ്ടി വരും. എന്റെ ബിസിനസ്സും കുടുംബവും സ്വപ്നങ്ങളും എല്ലാം തകർത്ത നീ ഒറ്റ. നിനക്ക് മേടിക്കാമോ? മേടിക്കണം. സനലേട്ടാ നീ ഇരിക്കേ. സംബന്ധം ഉണ്ടാക്കാൻ വന്നതല്ലടാ ഞാൻ. തരാൻ ഇനി എത്ര ബാക്കിയുണ്ട്? എന്റെ ഈ ശരീരം വെട്ടി നുറുക്കിയെടുത്തോ, അല്ലാതെ ഒരു പുല്ല് നിനക്ക് കിട്ടാൻ പോകുന്നില്ല. മോനെ, ഗതികെട്ട് നിൽക്കുക. കൂടെ കിടന്നവൾ എന്റെ ആണത്തം ചോദ്യം ചെയ്ത കാലമാ. എനിക്കുള്ള അത്രയും കേസിനേക്കാൾ വലിയ കേസ്. നിന്നെ കൊന്നിട്ട് സമാധാനത്തോടെ ഞാൻ ജയിലിൽ കിടക്കും. ഇന്നലെ നടന്നതെല്ലാം നീയും എന്റെ കൂടെ ഉള്ള നായും കൂടി ചേർന്നുള്ള നാടകമാണെന്ന് എനിക്ക് അറിയാമടാ പന്ന. ശരിയാ, നിങ്ങളാള് കാഞ്ഞ ബുദ്ധിമാനാ. പക്ഷേ എടുത്തുചാട്ടം ജന്മനാ ഉണ്ട് കൂടെ. അല്ലെങ്കിൽ ഇവിടെ വന്ന് വെല്ലുവിളിച്ച് സുഖമായി ഇനി ജീവിക്കാമെന്ന് കരുതില്ലല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ എന്നെ കൊന്നിട്ട് പോണം. അതല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ അവസാനമായിരിക്കും. കേട്ടോടാ പുന്നാര മോനെ. എന്നാ കാണാടാ. കാണണമല്ലോ. Where is Anil? We are from police department. Call him fast. സല്ലേട്ടാ. എന്താ? സല്ലേട്ടാ. ആരാ? ഒന്നുമില്ല, പേടിക്കല്ലേ. നീ മോളിലെടുത്തോ, ഞാൻ പറഞ്ഞ കേൾക്ക്. ഞാൻ അവരോട് സംസാരിക്കട്ടെ. ഞാൻ പറയണ നീ കേൾക്ക്. പ്ലീസ് 1 minute. നീ വക്കീലിനെ സ്വാമിനെ വിളിക്കേ. ഇതാ സോനനെ പരിഹരിക്കും. ഞാൻ പറഞ്ഞ ദൈവമേ, വിശന്നിട്ടാണെങ്കിൽ ചെറുകുടൽ വൻകുടലിനെ തിന്നോണ്ടിരിക്കുക. മോളെ കളിച്ചോ. മോൾക്ക് വല്ലതും കൊടുത്തായിരുന്നോ? മോളിരിക്കും. വേണ്ട. ഓ മോളെ, ഇത് സാൻഡ്വിച്ചാ. കൊണ്ടുപോയി മോള് കഴിക്കും. ഞങ്ങളൊന്നും കഴിക്കാതൊക്കെയാ വന്നത്. മോള് കഴി. വിശന്നിട്ടാണെങ്കിൽ എന്റെ ചെറുകുടല് എന്തുവാ എന്തുവാടാ വിശപ്പേറിയ നിനക്കങ്ങ് പ്രാന്തായോ? ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാ എനിക്കൊരു എത്തും പിടിയും കിട്ടാത്തത്. താൻ എത്തിപ്പിടിക്കണ്ട, അതൊക്കെ അറിയാവുന്നവർ നോക്കിക്കോളും. അല്ലെങ്കിൽ തന്നെ ഇയാൾക്ക് കേസിനെ പറ്റി എന്തോ അറിയാനാ? അല്ല പിന്നെ
എന്തുവാ ഈ പറയുന്നേ? കേസിന്റെ കാര്യമല്ല ഞാൻ ഈ പറഞ്ഞത്. എന്തോന്നാ? വീട്ടിലാണെങ്കിൽ അരിയും പഞ്ചസാരയൊക്കെ തീർന്നുകൊണ്ടിരിക്കുക. അല്ല മോളെ, ഇവിടെ ഉണ്ടോ ഇച്ചിരി അരി എടുക്കാനായിട്ട്? മനുഷ്യൻ നാണം കെടുത്ത് ഓ രാമൻ. നോക്കാം, നീ എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അല്ല മോൻ എന്തോ വിളിച്ചെന്നാ നിങ്ങൾ ഈ പറയുന്നത്? എന്തോ വിളിച്ചെന്നോ? അവൻ രാമനെന്ന് വിളിച്ചത് കേട്ടോ. അതിന്റെ കൂടെ ഒരു ശാപ്പാടും കൂടെ ഉണ്ട്, ചേർത്ത് വിളിച്ചു നോക്ക്. അഡ്വക്കേറ്റിനെ ഒന്ന് വിളിക്കണേ. സനലച്ചന്റെ കൂട്ടുകാരനാണെന്നല്ലേ പറഞ്ഞത്? വിളിക്കാം. ഓ, എത്രയായാലും കാശ് കൊടുക്കാതെ ഒരു കാര്യവും നടക്കത്തില്ല. പിന്നെ 4-5 വർഷം അകത്ത് കിടക്കണം. അല്ല, അവിടെ ആകുമ്പോ സമയാസമയം ശാപ്പാടെങ്കിലും കിട്ടുമല്ലോ. അല്ലാതെ ഈ വക്കീലൊക്കെ എന്തോ ചെയ്യാനാ, അല്ലേ മോളെ? ഇങ്ങോട്ട് വന്നേ. അല്ല ഞങ്ങൾ ഇറങ്ങാം. മോള് കഥ അടച്ചോ. ഇങ്ങോട്ട് പാടില്ല. അല്ല, ഞാൻ ആ കൊച്ചിനെ ഒന്ന് ധൈര്യം കൊച്ചിന്റെ ധൈര്യം തള്ളല്ലേ. നല്ല രുചിയാ, അത് കഴിച്ചിട്ട് പോകാന്ന്. തള്ള. ചേച്ചി, പുള്ളിക്കാരൻ പോലീസ് പിടിച്ചു കേട്ടല്ലോ. ആള് കുറെ പേർക്ക് കാശ് കൊടുക്കാണ്ടല്ലേ? ചെക്കേസിനെ പിടിച്ചേ. ചേച്ചി, പറ്റു തീർക്കാണ്ട് സാധനങ്ങൾ കൊടുക്കണ്ടെന്നാ മുതലാളി പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് മുതലാളി പറഞ്ഞ് കേൾക്കാൻ പറ്റുള്ളൂ. നാസറേ, ആ സാധനം അങ്ങ് കൊടുത്തേക്ക്, എന്നിട്ട് എൻ്റെ പറ്റിലോട്ട് എഴുതിയാൽ മതി. ഓ, രാവിലെ തുടങ്ങി. ഒരു തുള്ളിയില്ല. ഇനിയിപ്പോ എങ്ങനെയാ ദൈവമേ? മദ്യം സൃഷ്ടി ദൈവങ്ങൾ ഒരു വഴി കാണിച്ചു തരും. നോക്കാം. അതെ അതെ, ഇപ്പൊ ശരിയാക്കി തരും. ദൈവം നിനക്കൊക്കെ തന്ന പണിയാ. ഓ, ഉള്ളതാവട്ടെ. ഓ, എന്തെങ്കിലും ജോലിയില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എത്ര നാളെന്ന് വെച്ചാ വല്ലവരുടെയും ചെലവിൽ രണ്ടാളും കഴിയുക. വിശപ്പ് മാത്രമല്ലല്ലോ, ഫ്ലാറ്റിന്റെ വാടക, വെള്ളം, കറണ്ട്, എല്ലാ ബില്ലും അടക്കണ്ടേ. അയ്യോ അതല്ല, ഇപ്പൊ തന്നെ ഒരുപാട് തരാനില്ലേ, അതുകൊണ്ടല്ല. എനിക്കും മോൾക്കും ജീവിക്കണം, അതിനുള്ളൊരു ജോലി, അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എന്റെ പഠിത്തത്തിന് ഇവിടെ ഓഫീസ് ജോലിയൊന്നും കിട്ടില്ല. പിന്നെ വല്ല ക്ലീനിങ്ങോ വീട്ടുജോലിയോ. പിന്നെ വണ്ടി ഓടിച്ചിട്ടില്ലെങ്കിലും ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന്. കിഷോരേട്ടാ, ആരോ വന്നു, ഞാൻ വിളിക്കാം. കുറച്ച് വീട്ടു സാധനങ്ങളാ ഇവിടത്തേക്ക് തരാൻ. വേണ്ട, ഇവിടെ എല്ലാം ഉണ്ട്. അതിനെന്താ, ഞാനിത് ഇവിടത്തേക്ക് വേണ്ടി വാങ്ങിച്ചു പോയതല്ലേ. മോൾക്കുള്ളതും പിന്നെ കുറച്ച് അടുക്കള സാധനങ്ങളും. ഞാൻ ആരുടെയും ശത്രുവൊന്നുമല്ല. നാത്തൂർന്ന് വെച്ചാൽ ഒരു കാവൽപ്പട്ടി, അതാണ് എൻ്റെ ജോലി. യജമാനം പറയുമ്പോൾ കുരയ്ക്കുക, അങ്ങനെ കുറച്ചൊന്ന് കൂട്ടിയാൽ മതി. മനസ്സിൽ എന്തെങ്കിലും സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സഹോദരനോടെന്ന പോലെ കുട്ടി ക്ഷമിക്കണം. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ മടിക്കണ്ട. കല്യാണിൻ്റെയും മോളുടെയും ഡോക്യുമെന്റ്സ് എല്ലാം ക്ലിയർ ആക്കാനുള്ള പ്രൊസീജിയർ തുടങ്ങിക്കഴിഞ്ഞു. എല്ലാം ഏർപ്പാടാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഒപ്പം ഈ വരുന്ന വെള്ളിയാഴ്ച സനലിനെ കാണാൻ ജയിലിൽ പോകാനുള്ള പെർമിഷനും ഞാൻ ശരിയാക്കി തരാം.
ആ ഞാൻ മാഷിനെ വിളിച്ച് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞോളാം. ആ ഇതിൽ ഞാൻ പറഞ്ഞിടത്തൊക്കെ ഒന്ന് സൈൻ ചെയ്ത് വെച്ചോ. മീനുമോൾ വീട്ടിൽ ഒറ്റയ്ക്കാണോ? അല്ല, തൊട്ടടുത്ത ഫ്ലാറ്റിൽ നിർത്തിയിട്ടാ വന്നത്. ഓഹോ ശരി. ഓക്കെ. ഓ, നിന്നോടാരും ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? അപ്പുറത്ത് ആരുമില്ലാത്ത കല്യാണി മീനൂട്ടിയെ ഇവിടെ ആക്കിയിട്ട് പോയിരിക്കുക. അപ്പൊ ഇതല്ലേ പറ്റിയ സമയം. അവരിപ്പൊ വരും. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ, കല്യാണി ആയിരിക്കും. അയ്യോ കല്യാണി, ഇപ്പൊ എന്താ ചെയ്യാ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, മീനൂട്ടി ഇവിടെ കിടപ്പില്ലേ? അവളെ എന്തായാലും എടുക്കാൻ വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അകത്ത് കയറിയാലും അവള് വരില്ലേ? അവളും അത്ര ശീലാവതിയൊന്നുമല്ല. അവൾക്കും ഉണ്ട് ഒരു ബിസിനസ്സുകാരനുമായിട്ട് ബന്ധം. ഞാൻ കണ്ടിട്ടുള്ളതാ. പലതവണ അയാൾ അവിടെ വരാറുണ്ട്. നിനക്കറിയോ, അവര് രണ്ടുപേരും കൂടിയാ സനലിനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത്. അവര് പോലീസിനെ വിളിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അയ്യോ, അതാ ഞാൻ പറഞ്ഞ ആള്. അവരിനി ഇല്ല ഇവിടെ? ഉണ്ട്. മോളെ മായേച്ചി ഏൽപ്പിച്ചിട്ടാ ഞാൻ പോയത്. വീടിന്റെ താക്കോലും ഇവിടെയാ. പിന്നെന്താ തുറക്കാത്തത്? ഞാൻ തുറക്കാൻ പോവാ. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. ആ സുജിത്ത പോന്നു. ഇയാളെന്താ ഇവിടെ? താനെന്താ ഇവിടെ? ആ അതുപോലെ തന്നെ. സുജിത്തെ, നാണില്ലേ നിനക്ക്? എനിക്കല്ല, നിങ്ങൾക്കാ നാണമില്ലാത്തത്. ആ സൺലൈറ്റിന് ഒറ്റി കൊടുത്തിട്ട് ഇപ്പൊ മനസ്സിലായി ഇതാ നിങ്ങളുടെ മനസ്സിലിരിപ്പെന്ന്. എന്നിട്ടിപ്പോ ആൾക്കാരുടെ മുമ്പിൽ പഴി എനിക്ക് സോണിച്ചനും. ഒരു പുണ്യാളനും പുണ്യാളത്തെയും വന്നേക്കണം. കല്യാണി വാതിൽ തുറക്ക്, അല്ലെ ചാവി ഇങ്ങെടുത്തെ. വിവരമില്ലാത്തവർ പലതും പറയും, അതൊന്നും താൻ മൈൻഡ് ചെയ്യണ്ട. വരൂ. ലീവ് ഇറ്റ്. താൻ മോളെ കൊണ്ടേ കിടത്ത്. സോറി കിഷോറേട്ടാ. എന്തിന്? താൻ ഈ പേപ്പേഴ്സിലൊക്കെ അഡ്വക്കേറ്റ് പറഞ്ഞ സ്ഥലത്തൊക്കെ ഒന്ന് സൈൻ ചെയ്തേ. ഒരു 3-4 കോപ്പി എടുത്തു വെക്ക്. നമുക്കൊന്ന് ശ്രമിക്കാടോ. ചിലപ്പോ നിന്റെ കൈപുണ്യായിരിക്കും നിനക്ക് ഭാഗ്യം കൊണ്ട് വരുന്നത്. അയ്യോ, സമയം ഒരുപാടായി. 2 മണിക്ക് ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. ഞാൻ പോട്ടെ. അപ്പൊ ശരി, നീ വിളിക്ക്. ഇറക്കങ്ങോട്ടെ. എന്തോ എത്ര താമസം? ഇറക്കി. എന്തേ ഇങ്ങനെ കളിച്ചോണ്ടിരുന്നോ? അവളെപ്പോഴാ നമ്മളെ ജയിലിലാക്കണമെന്ന് അറിഞ്ഞൂടാ. അവളോ? ആര്? നിങ്ങളുടെ സനലിന്റെ ഭാര്യ. പാവം പെണ്ണ്, പൊട്ടിപ്പെണ്ണ്, ആഹാരം വെച്ച് വിളമ്പാൻ മാത്രം അറിയാവുന്ന പാവം. ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേ വിശേഷണം? അവക്കേ ആഹാരം മാത്രമല്ല വെച്ച് വിളമ്പാൻ അറിയാവുന്നത്. നീ വളച്ചേട്ടാത്ത കാര്യം എന്താന്ന് വെച്ചാ പറ. അവള് നിന്നെ എന്തോ ചെയ്തെന്നാ? എന്നെ എന്ത് ചെയ്യാനാ? എന്നെ ഒരു ചുക്കും ചെയ്യില്ല. എന്നോട് കളിച്ചാലേ വിവരം അറിയും. അവളും അവളുടെ കാമുകനും ചേർന്നിട്ടാ സൺലേട്ടനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത്. മായ എല്ലാം കണ്ടതാ. ഞാനിപ്പോ കൈയോടെ പിടിച്ച് എല്ലാം ബോധ്യപ്പെട്ടിട്ടാ വരുന്നത്. സംശയം ഉണ്ടെങ്കിൽ സ്വാമി എന്ന് അവളോട് ചോദിച്ചു നോക്ക്. ചെല്ല്. എന്തുവാ കേൾക്കുന്നേ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവൻ ചുമ്മാ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന. അതെ, ഇവനെ ആ സോണി തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക.
ഇവന്റെ തലയ്ക്ക് ഓളം പിടിച്ചിരിക്കുക. ശരിയാ. ഇവൻ ഇപ്പൊ വല്ല മറ്റവനും അടിക്കുന്നുണ്ടോ എന്നാണ് എന്റെ സംശയം. അതെ, അപ്പൊ നിങ്ങൾ എല്ലാവരും പണി കിട്ടുമ്പോ പഠിച്ചാ മതി. അല്ല സ്വാമി, ഇവൻ ഇത് ഇത്ര ഉറപ്പിച്ച് പറയുമ്പോ അതിലെന്തോ കാര്യമില്ലേ? ഒരു കാര്യം ചെയ്യ്, സ്വാമി അവിടെ ഒന്ന് പോയി നോക്ക്. അത് വേണോ? ഇയാളെ കൊണ്ട് പോയിട്ട് വാടും. വേഗം പോയിട്ടോ. ആ എന്നാ ശരി, ഏതായാലും അവിടെ വരെ ഒന്ന് പോയിട്ട് ചോദിച്ചറിയേണ്ട കാര്യമാണ്. വേഗം ഞാൻ ഷർട്ടും എടുത്തേ. അങ്ങോട്ട് പോയി എടുക്കേ. ഞങ്ങൾ കളിച്ചോണ്ടിരിക്കുകയല്ലേ. പിന്നെ നടക്കല്ലാതെ പോയി എടുക്കാൻ പറ്റുമോ? വേണേ ഇപ്പൊ എടുക്ക്. ബ്ലാക്ക് കറുത്തായാലും മതി. ആ ഓക്കെ മതി. എന്തിന് ഞാൻ വരുന്നില്ല. കല്യാണി, വീട്ടിലെങ്ങനെ കാര്യങ്ങളൊക്കെ? ഇന്നലെ അഡ്വക്കേറ്റ് ഇവിടെ വന്നിരുന്നു. അയാളെ വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ടല്ലോ അല്ലേ? എത്രയും വേഗം ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കി നിന്നെ മോള് നാട്ടിലേക്ക് അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചെലവിനുള്ള കാശും തരാമെന്ന് വക്കീല് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ജോലി നോക്കട്ടെ. കിഷോറേട്ടനും നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നാട്ടിൽ പോവാണെങ്കിൽ നമ്മൾ ഒരുമിച്ച്. നല്ല തമാശ. അതൊന്നും നടക്കുന്ന കാര്യമില്ല കല്യാണി. ഈ കേസൊക്കെ തീരുന്നവരെ ഇവിടെ കിടക്കണം. ക്യാഷ് അടയ്ക്കാനില്ലെങ്കിൽ കോടതി പറയുന്ന കാലാവധി കിടന്നു തീർത്താൽ തീർന്നു. അതാ ഇവിടുത്തെ നിയമം. നിങ്ങളുടെയൊക്കെ പേപ്പേഴ്സ് റെഡിയായാ നിങ്ങൾ നാട്ടിൽ പോയി നിൽക്കുക. ഭക്ഷണമൊക്കെ ഇവിടെ ജയിലില് ബിരിയാണി എന്നൊക്കെ പറയും. ഒരു മണവുമില്ല, ഗുണവുമില്ല. നിന്റെ ബിരിയാണിയുടെ വാലിൽ കെട്ടാൻ കൊള്ളില്ല. മോളെ കൂടെ കൂട്ടായിരുന്നു. എന്തിനാ വെറുതെ മോളെ ഈ അവസ്ഥ കാണിക്കുന്നത്? വെറുതെ കുഞ്ഞിന്റെ മനസ്സ് വേദനിപ്പിക്കാനായിട്ട്. ടൈം ഫിനിഷ്. കല്യാണി, ശരിയെന്നാ, ടൈം കഴിഞ്ഞു. ശരിയെന്നാ. ശരി. ശരി സാർ. ഹലോ, ഞാനിവിടെ ഒരു പാർട്ടിയെ കാണാൻ വന്നത്. തേടിയ വള്ളി എവിടെയോ ചുറ്റിയെന്ന് പറഞ്ഞ പോലെ. ആ പിന്നെ സനലിനെ പിടിച്ചു കൊടുത്തതല്ലേ? ഞാൻ അറിഞ്ഞു. ഗുഡ് ജോബ്. ആ കൂടെ സഹായിച്ചു എന്ന് പറയുന്ന ആളാരാ? അല്ല അത് പോട്ടെ, എന്തെങ്കിലും സഹായം എന്റെ കയ്യിൽ നിന്ന് വേണമെങ്കിൽ പറയണോട്ടാ. സനലിന്റെ കയ്യിൽ നിന്ന് പണം കിട്ടാനുള്ളത് അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ വേറെ ആള് നമ്മുടെ ഒരു പെൺ സുഹൃത്തായി കണ്ടോളാട്ടാ. അല്ല, സഹായിക്കാൻ താല്പര്യമുണ്ട് കേട്ടാ. ആ എടാ സുഹിതേ, നിന്റെ ബോസിച്ചിയെ ഞാനൊന്ന് കണ്ടിരുന്നു. അവളങ്ങനെ കണക്ട് ആവുന്നില്ലോടാ. എടാ പിന്നെ നീ ഒന്ന് കണക്ട് ചെയ്ത് തന്നേ. ആ അതൊക്കെ ഞാൻ ഏറ്റു. നീ അതൊന്ന് ശരിയാക്കി തന്നാ മാത്രം മതി. ഓ ഓക്കെടാ, ബൈ. എന്തായി സ്വാമി നിങ്ങളുടെ ആ ബെഡാ ക്യാഷ് പാർട്ടി? നടത്തിയെടുത്ത നമുക്കും തുട്ടു കിട്ടുന്ന കേസല്ലേ സ്വാമി? അല്ല, ഇത് വേറെ തലവേദന കേസൊന്നുമല്ലല്ലോ. നമ്മൾ ഒരു ക്യാഷ് പാർട്ടിയെ സോണിച്ചന് മുട്ടിച്ചു കൊടുക്കുന്നു. ക്യാഷ് വാങ്ങുന്നതിന് വേണ്ട രേഖകൾ സോണിച്ചൻ കൊടുക്കും. നിങ്ങളുടെ പാർട്ടിക്ക് കറക്റ്റായിട്ട് മാസാമാസം ഇൻട്രസ്റ്റ് സോണിച്ചൻ കൊടുക്കും. കൊടുത്തില്ലെങ്കിൽ അവർ തമ്മിൽ ആയിക്കോളുന്നേ. നമ്മൾ വെറുതെ മുട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെയൊക്കെയാ പണിയില്ലാത്തവർക്ക് വല്ലതും തടയുന്നത്. നോക്കട്ടെ. നോക്കിക്കൊണ്ടിരുന്നോ. നിങ്ങൾ നോക്കാൻ തുടങ്ങിയിട്ട് 4 കുറയായി. കിട്ടിയ ചാൻസ് ഉപയോഗിക്കാൻ നോക്കി എന്റെ സ്വാമി. ഓ അതെ സ്വാമി, ഇപ്പോ ആ മാർവാടികൾക്ക് അല്പം തട്ടുള്ള സമയമാണ്. അതുകൊണ്ടാണ് സോണിച്ചിന് ഇപ്പൊ ക്യാഷിന് ആവശ്യം. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ സോണിച്ചിന് വേറെ ആളെ കിട്ടും. പിന്നെ മുട്ടിച്ചതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. നിങ്ങളൊന്ന് നോക്ക്. ഫോണിൽ കാശില്ലെങ്കിൽ എന്തേന്ന് വിളിക്ക്. എന്നാ എന്തായുള്ള പേര്? അത് പിന്നെ 2 ദിവസം പറയടാ. ആ നിങ്ങൾ എന്ന് നാളെ എന്തായാലും കാണിക്കേ. ശരി. ഹോട്ടൽ വ്യവസായമൊക്കെ തുടങ്ങുന്നത് നല്ലത് തന്നെ. പക്ഷെ ഈ മേഖലയിൽ മുൻപരിചയമില്ലാത്ത നമ്മൾ എന്ത് ചെയ്യാനാ?
ഒരു അക്കൗണ്ടന്റായ ഞാൻ അടുക്കള വേല ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് രേഖകളൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഞങ്ങൾക്ക് ഇതല്ലാതെ വേറെ നിവൃത്തിയില്ല. പക്ഷേ അതെന്താന്ന് വെച്ചാ സ്വാമിക്ക് തീരുമാനിക്കാം. വിവരം എന്തായാലും എന്നെ അറിയിച്ചാൽ മതി. സ്വാമി കാര്യം പറഞ്ഞില്ല. ഇയാൾ ഈ അണ്ടികളെ ഞണ്ണാനെ പോലെ ഇരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. കാര്യം പറയാൻ. കല്യാണി എന്നെ വിളിച്ചിരുന്നു. ഞാൻ പോയി കണ്ടു. ഒരു പുതിയ ഹോട്ടൽ തുടങ്ങുന്നത്രേ. അവളുടെ പുതിയ ഗാങ് കുറച്ച് കാശ് കൊടുക്കുമെന്ന്. നമ്മൾ വെജിറ്റബിൾസ് അറിയാനും പാത്രം കഴുകാനും എച്ചിൽ വരാനും ഒക്കെ പോകണമെന്ന്. അതും പിന്നാമ്പുറത്ത്. ഞാനൊരു അക്കൗണ്ടൻ്റ് ആണെന്നുള്ള കാര്യം മറന്നുകൊണ്ടുള്ള വർത്തമാനമായിരുന്നു. എനിക്ക് കലി വന്നു. പക്ഷെ പുറത്ത് കാണിച്ചു. കാരണം സനലിന്റെ അവസ്ഥ കണ്ടില്ലേ? സ്വന്തം ഭർത്താവിനോട് അത് കാട്ടാൻ പഠിക്കാത്തോള് നമ്മളെ വെറുതെ കൊടുക്കും. പിന്നെ എച്ചില് വരാനും പാത്രം കഴുകാനും തറ തുടയ്ക്കാനൊക്കെ എന്റെ പട്ടി വരും. വേറെ ജോലിയല്ലേ? ഹോട്ടൽ തുടങ്ങുന്നറിഞ്ഞ സോണിച്ച അവർക്ക് നല്ല പണി കൊടുക്കും. നിങ്ങൾ കണ്ടോ? സോണിച്ചനായിരുന്നു നിന്റെ അച്ഛനോ? ഇവിടെ നമ്മുടെ കാര്യം പറയുമ്പോ എന്ത് സോണിച്ചൻ? ഹോട്ടല് തുടങ്ങി കഴിഞ്ഞാ അവളോട് നമുക്കുള്ള ഫുഡ് അങ്ങോട്ട് കൊണ്ടുവരാൻ പറയണം. അല്ലെങ്കിൽ അവിടെ കയറിയെങ്കിൽ അറുമാദിക്കും. അവളുടെ ഹസ്ബൻഡിന്റെ സ്റ്റാഫ് അല്ലയോ നമ്മള്? അല്ലാതെ ഹോട്ടൽ പണിക്കുന്നത് നമ്മളെ കിട്ടത്തില്ല. നീ വന്നേ. നാളെ ആ പയ്യൻ സോണിയെ കാണാൻ ചെല്ലും. അവന്റെ സെറ്റപ്പ് കാണാൻ ചെല്ലും എന്ന് പറയുന്ന ശരി. അവൻ ഓക്കെ എന്ന് തോന്നിയാൽ പണം കൊടുക്കും. ബാക്കിയുള്ളതല്ല അവര് തമ്മില്. നമ്മളെ പുലിവാല് പിടിപ്പിക്കരുത്. പറഞ്ഞ പണം നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഇനി ഇതൊക്കെ ഉള്ളു വഴി. അല്ലാതെ ഉസ്താദ് ഹോട്ടലിൽ തറവടയ്ക്കാനൊന്നും എന്നെ കിട്ടില്ല. അല്ല, നിങ്ങൾ വേണേ പോക്കോ. അയ്യോ, നമ്മൾ എന്തിനു പോണം? സ്വാമിക്കായിരുന്നല്ലോ ഭയങ്കര സ്നേഹം. പെണ്ണ് വരുമ്പോട്ടെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെ. അതെ, അത് ശരിയാ. Hello. Fine, bye. Let's go. Let's go. ഇതാരടാ? വല്ല CID മറ്റോ ആണോ? എനിക്ക് തോന്നുന്നു നമ്മുടെ സ്വാമി പറഞ്ഞ പാർട്ടി ആയിരിക്കും. ഹമി യൂസഫ് ഇന്ന് വരാൻ ചാൻസ് ഉണ്ട്. പുള്ളിയുടെ ഒരു രീതി എന്ന് പറയുന്നത് ഒരു സഡൻ വിസിറ്റാ. ഓ, ആയിരിക്കും. നമ്മുടെ സെറ്റപ്പ് അറിയാൻ. നീ വാ നോക്കാം. अस्सलाम वालेकुम. वालेकुम अस्सलाम. कैफल हाल? അൽഹംദുലില്ലാ. Are you Sony? Yeah, I'm Sony. I'm Hami Yusuf. സ്വാമി പറഞ്ഞ വരും, നമുക്ക് ഓഫീസിലിരിക്കാം. വേണ്ട. We'll sit there. Oh yes, please come. How's your business? ആർക്കാണ് കൂടുതലായി ക്യാഷ് കൊടുക്കാറുള്ളത്? ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ കമ്പനീസ്, പിന്നെ ഷോപ്സ്, ഹോട്ടൽസ്, എല്ലാം ഉണ്ട്. കുറെ ഇൻഡിവിജ്വൽ പാർട്ടീസ് ഉണ്ട്. ബാക്കിയുള്ളതൊക്കെ മറ്റേ പാർട്ടികളാ. ഗുഡ്. കിട്ടാക്കട എത്രയുണ്ട്? ഒന്നുമില്ല. കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് വിധേനയും സോണി അത് തിരിച്ചു വാങ്ങിക്കും. യാ, അതാണ് എനിക്കും വേണ്ടത്. പോരാത്തതിന് താങ്കളെ പോലെ ഒരാളുടെ സ്ട്രോങ് സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ. നോക്കട്ടെ. ഡീലിങ്സ് പെർഫെക്റ്റ് ആണെങ്കിൽ കാലാനുസൃതം അഭിവൃദ്ധി. അതായത് താൻ ആവശ്യപ്പെടുന്ന പണം. ഡീലിങ്സ് പെർഫെക്റ്റ് ആയിരിക്കും സർ. നോ, പ്രതിജ്ഞകൾ വേണ്ട. ഇപ്പൊ ഞാൻ ടോക്കണായി ചെറിയൊരു എമൗണ്ട് തരും. How much is it? 2 lakhs by. സെക്യൂരിറ്റി ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയല്ലേ? റെഡിയാണ് സർ. ഇതൊരു തുടക്കം മാത്രമാണ്. 2 lakhs. എൻ്റെ ചില പാർട്ടികളെ ഞാൻ ഇങ്ങോട്ടേക്ക് അയക്കാം. എനിക്ക് നേരിട്ട് പലിശ വാങ്ങാൻ പറ്റാത്ത പാർട്ടികൾ. ഓക്കെ? ഓക്കെ, നോ പ്രോബ്ലം. ബ്രോ, എ കോൾ ഫോർ യു. ഹലോ. أيوة زين ما في مشكلة. اوكي
സ്വാമിയോട് ഞങ്ങൾ ഒരുപാട് നാളായിട്ട് പറയുന്ന സാറിനൊന്ന് ഡീലാക്കി തരണമെന്ന്. ഇപ്പോഴാണ് നടന്നത്. കല്യാണം വന്നിരിക്കുന്നു. കല്യാണിയോ? അവളെന്താ ഇവിടെ? വാവ്, ആ അറിയില്ല. ഹൂസ് ദാറ്റ് ഗേൾ? ആ, എൻ്റെ ഒരു ഇടപാടുകാരിയാ. ഈ സാരി ഉടുത്ത പെൺപിള്ളേർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുതരം ആർത്തി. ഐ എം ക്രേസി അബൌട്ട് ദം. ഈ സിനിമകളിലൊക്കെ കണ്ട് വെള്ളം ഇറക്കാന്നല്ലാതെ നേരിട്ട് ഇതുവരെ തിന്നാൻ പറ്റിയിട്ടില്ല. ഐ ഹാവ് ഈറ്റൺ ഓൺലി ജങ്ക് ചാൻസ് ഉണ്ട്. അയ്യോ, ഇത് ജയിലിലായ സനലിന്റെ ഭാര്യ, നമ്മുടെ സ്വാമിയുടെ കമ്പനിയുടെ ഓണർ. എന്നാ പിന്നെ എളുപ്പമല്ലോ. ഈ കിളിയെ പിടിച്ചു തന്നാൽ എത്ര കാശ് വേണമെങ്കിലും മറയും. നോക്കാം, എന്റെ കയ്യിൽ വേറെ പാർട്ടികളുണ്ട്. വേറെ പാർട്ടികളെ തനിക്ക് വേണേ ഞാൻ തരാം. വേണോ? നാളെ ക്ലബിലേക്ക് വാ. ആ സുഹിത്തെ, നിന്നെ അവള് കാണണ്ട, മാറിക്കോ. How old is she? ഒരു 25-27 അത്രേ ഉള്ളൂ. Nice. Here he comes. എന്താ ഇവിടെ? തരാനുള്ള കുടിശ്ശിക തരാമെന്നാണോ? അങ്ങനെ തരാനായിട്ടൊന്നുമില്ല സോണി. ജോലി തിരഞ്ഞിട്ട് കിട്ടിയതുമില്ല. എൻ്റെ കസിൻ കിഷോർ ഒരു ഹോട്ടൽ തുടങ്ങാനായിട്ട് നോക്കി വെച്ചിട്ടുണ്ട്. അറിയാം, കിഷോറിനെ എനിക്കറിയാം, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാര്യം പറ, കേൾക്കട്ടെ. എനിക്ക് കുക്കിംഗ് നന്നായിട്ട് അറിയാം. നമ്മുടെ കൂടെയുള്ള ആൾക്കാരെയും പുറമേ നിന്ന് 2 പേരെയും കൂടെ കൂട്ടി അത് തുടങ്ങാനാണ് പ്ലാൻ. കുറച്ച് പണം തന്ന് സഹായിച്ച ഞാൻ തന്നു തീർത്തോളാം. ഇനി കാശ് തന്നാ എന്തുവാ ഈട്? ചെക്കുണ്ടോ? അല്ലെങ്കിൽ വേറെന്തെങ്കിലും? ഈടൊന്നുമില്ല. സൺലൈറ്റിന്റെ ചെക്കുണ്ടാവും. ഈടൊന്നുമില്ലാതെ കാശ് കിട്ടും. ഈട് നീ തന്നെ. ക്യാഷ് തന്നില്ലെങ്കിൽ ഇവനല്ല, ഞാനാകും ഡീൽ ചെയ്യുക. നമ്മുടെ ഡീലിങ്സ് തുടങ്ങിയതിൽ പിന്നെ ആദ്യമായിട്ട് വന്ന് ചാടിയതല്ലേ, നല്ലതിനായിരിക്കും. സോണി, ഞാൻ ഗ്യാരണ്ടി. ആ കാശ് ഇവൾക്ക് കൊടുക്കുക. മാസാമാസം കാശ് സോണിയുടെ ഓഫീസിലെത്തിക്കണം. അല്ലെങ്കിൽ ഞാനങ്ങ് ഹോട്ടലിലേക്ക് വരും. എന്നിട്ട് എൻ്റെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകും. ഇങ്ങതാ, ഇത് 1 ലക്ഷം ദീർഘമുണ്ട്. ഈ സാരി ഉടുക്കുന്നത് എന്നെ കൂടെ ഒന്ന് പഠിപ്പിക്കോ? ഹമീബായ്, എന്താ ഇത്? 1 ലക്ഷം കൊടുത്തത് റിസ്ക് അല്ലേ? ഞാൻ ചില ഡാൻസേഴ്സ് ആക്ടേഴ്സിന് വേണ്ടി 3-4 ലക്ഷം രൂപ ഒരു രാത്രി പൊടിച്ചിട്ടുണ്ട്. തനിക്ക് പലിശ കറക്റ്റായി കിട്ടുന്നില്ലെങ്കിൽ താൻ എന്നോട് പറ. എന്താ, എന്നെ കൊണ്ട് ഡീൽ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനൊന്നുമില്ല. അതാണ്. ആരുമില്ലേ ഇവിടെ? സ്വാമി, കല്യാണിയുടെ ശബ്ദം. സ്വാമി, താനൊന്ന് നോക്കിയേ. എന്താ പറ്റി? ആ സ്വാമി കാര്യങ്ങൾ പറഞ്ഞില്ലേ? ഇല്ലേ? ആ ഹോട്ടൽ തുടങ്ങാണ്. പൈസയൊക്കെ ശരിയായിട്ടുണ്ട്. നിങ്ങളും അവിടെ പണിക്ക് വന്ന് തുടങ്ങണം. രേഖകളില്ലാത്തതുകൊണ്ട് തൽക്കാലം ഹോട്ടലിന്റെ പിന്നില് ഒരു റൂമില് കറിക്കരിയലും വൃത്തിയാക്കലൊക്കെ ഉള്ളൂ. അതിപ്പോ അടുക്കള പണിക്ക് ഞങ്ങൾ എന്തോ ചെയ്യാനാ? അല്ല, അവിടെ പണിയെടുത്തിട്ട് പോലീസുകാരെങ്ങാനും പിടിച്ചാ നിങ്ങൾ സഹായിക്കുവോ? പണി ചെയ്യാൻ കൂടിയില്ലെങ്കിൽ നിങ്ങളെ ഞാൻ പിടിപ്പിക്കും. പിന്നെ ജയിൽ ഉറപ്പിക്കാം. എന്ത് വേണം? അതെന്ത് ന്യായമാമോളെ? ഭീഷണിപ്പെടുത്തി ഇതൊക്കെ ചെയ്യിക്കാൻ പറ്റൂ? എനിക്കാണ് ഇമ്മാതിരി പണിയൊക്കെ ഭയങ്കര പാടാ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ചെലവിനുള്ള കാശും വാടകയും ശമ്പള കുടിശ്ശികയും എല്ലാം മറക്കാമെങ്കിൽ ഓക്കെ. സുഹിത്തിനോട് പറഞ്ഞേക്ക്. ശരി. അതെ, ഇതെന്തോന്ന് ന്യായമാ? ഇത് ഫ്യൂഡലിസം വന്നോ? ഇതിന്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല. എന്നാ കേട്ടോ, ഇതാണ് കല്യാണിസം. ഏതായാലും പണി കിട്ടിയെന്ന് പറഞ്ഞാ മതിയല്ലോ. ഈ നടുവേദന വെച്ചോണ്ട് എന്റെ ദൈവമേ, ഞാൻ എന്തോ ചെയ്യും? അഞ്ജനയാ, നീയേ തുണ. ഹോട്ടലിൽ ജോലിക്ക് പോകാതെ തരവില്ല, വെറുതെ സംഗതി വഷളാക്കാമെന്നല്ലാതെ. അതെ അതെ, അവൾ ആ മീനുമോളെ ബേബി സിറ്റിങ്ങിലോ ബോർഡിങ്ങിലോ കൊണ്ടാക്കിയിട്ട് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുക. എന്തായാലും ജയിലിൽ നിന്ന് ഇറങ്ങിയ സൺലൈറ്റിന്റെ വക ഒരു കൊലപാതകം ഉറപ്പാ. എല്ലാ കാര്യങ്ങളും ഞാൻ സൺലൈറ്റിനോട് പറഞ്ഞിട്ടുണ്ട്. നീയായിട്ട് സനലിനോടൊന്നും ആ കാര്യം പറയണ്ടായിരുന്നു. വെറുതെ ഒരു കുടുംബം തകർക്കാന്ന് വെച്ചാൽ. പിന്നെ ഭർത്താവിനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചിട്ട് വല്ലവന്മാരെ കൂടെ കറങ്ങി നടക്കുന്ന ഇവക്കൊക്കെ എന്തോന്ന് കുടുംബമാ. പെണ്ണൊരുമ്പട്ടാ പിന്നെ എല്ലാം പോക്കാം. ദൈവം നമ്മളെ കൊണ്ട് അടുക്കള പണി ചെയ്യിക്കാനും അവിടെ വരുത്തിയില്ലേ? സനലുണ്ടായിരുന്നപ്പോ വെറുതെ തിന്നു പിടിച്ച് കിടന്നാ മതിയായി. എനിക്കെന്റെ ശരീരമാകെ ചൊറിഞ്ഞു വരിക. പിന്നെ ആ സോണിച്ചിന്റെ കാശ് മേടിച്ചല്ലേ, ഞാനവിടെ ഉണ്ടെങ്കിൽ ഒരു കണ്ണുണ്ടാവും. അല്ല, ഈ അമിയെ മുട്ടിച്ചു കൊടുത്തതിന്റെ കമ്മീഷൻ സോണി തന്നില്ലൂടെ? സാമി ഒന്ന് അടങ്ങും സാമി.
അയാൾ കുറച്ച് കാശല്ലേ കൊടുത്തുള്ളൂ. എനിക്ക് തോന്നുന്നത് യുവമാരൊന്നും തരാൻ പോകുന്നില്ലെന്നാ. ഈ പലിശക്കാരന്മാരെല്ലാം വെട്ട് പാർട്ടികളാ. അതിപ്പോ സോണി ആയാലും ഹമി ആയാലും എല്ലാം കണക്കാ. അടുത്ത് അവസാനം അവരും നിൽക്കും. ഒന്ന് പോടാ കരുനാക്ക് വളച്ചോണ്ട്. വിജയനോട് പോയി. അല്ല അയാൾ ആ സൂപ്പർ മാർക്കറ്റിൽ കിടന്ന് വരുന്നുണ്ട്. അങ്ങോട്ടില്ല എല്ലാം കൂടെ. എവള് നമ്മളെ പണിയെടുപ്പിച്ച് കൊന്നേ ഉള്ളൂ. പണിയെടുക്കാൻ നിന്നോട് പ്രത്യേകിച്ച് പറയണോ? കാറ്റും മഴയും പിടിക്ക് സ്വാമി എന്ന്. മഴ തുള്ളി കൊട്ടിപ്പാടി വരുന്നേ. എടാ ഇരുന്ന് എന്തെങ്കിലും പണി ചെയ്യേ. എപ്പോഴും വലിച്ചോണ്ടിരിക്കുക. അങ്ങോട്ട് മാറില്ല. അകത്തേക്ക് എന്തോ കിഷോർജി തന്നയച്ചതാ. പുള്ളി ഫുൾ ബിസിയാ, അതാ ഇന്ന് വരാതിരുന്നു. ഇത് വർക്ക് പെർമിറ്റ്, എംപ്ലോയ്മെന്റ് വിസ, പിന്നെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കോപ്പി. ഓക്കെ. പിന്നെ പിന്നെ നിങ്ങളുടെ പഴയ വർക്കേഴ്സിന്റെ പേപ്പർ റെഡി ആവുന്നവരെ പുറകിലെ റൂമിൽ മാത്രം നിർത്തിയാൽ മതി. ഓക്കെ. മുന്നിൽ തൽക്കാലം വേണ്ടെന്നാ പറഞ്ഞത്. ശരി, ഓക്കെ. ഹലോ, എന്തായി കല്യാണി കാര്യങ്ങൾ? എല്ലായി വരുന്നു. എല്ലാറ്റിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഓ ശരി, അതൊക്കെ ഞാൻ വാങ്ങിക്കൊള്ളാം. പിന്നെ ഡോക്യുമെന്റ്സ് ശരിയാവുന്നതുവരെ സ്വാമിയെയും ക്യാഷിലിരുത്തണ്ട. തൽക്കാലം അടുക്കള പണി ചെയ്യട്ടെ. നാളെ ബിസി അല്ലെങ്കിൽ ഞാനങ്ങ് എത്തും. ബിസി ആണെങ്കിലും കുറച്ച് സമയം കണ്ടെത്തി വന്നേ പറ്റൂ. ശരിക്ക് പറഞ്ഞ രാവിലെ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. ഒരുപക്ഷെ ഹോട്ടലുടമ കല്യാണിക്കും അത് ഉപകാരപ്പെടുന്നതായിരിക്കും. ശരി, ഓക്കെ, ബൈ. അവിടെ വെച്ചോ. കൊട്ടേഷൻ പെട്ടിക്ക് എന്തൊക്കെ ചെയ്യേ. ഇതാരാ ഇവിടെ കൊണ്ടുവച്ചേ? ഈ ബോർഡിൽ എഴുതാൻ പറയണം കേട്ടോ. എന്താ ചെയ്യാന്ന് പറ. എന്താ കൊണ്ട് വല്ല സംഭവിച്ചു? ആരോടാ ഈ ചോദിക്കില്ല. നമ്മളെന്നാണെന്ന് വെച്ചാ ഇതിന്റെയൊക്കെ വില അറിയാമോ? അറിയാം. എന്നാ കസേര എവിടെ തരണം? 3 ഇവിടെ കിടക്കണം, 3 ഇവിടെ നടുക്ക് ടേബിൾ ഇടണം. അല്ലല്ല, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒരു ടേബിൾ ഇവിടെ നടുക്ക് കൊണ്ടുവച്ചിട്ട് 3 കസേര ചുറ്റും. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. 14, 15, 16. ഇയാൾ ഇതും പോക്കിക്കൊണ്ട് എങ്ങോട്ട് പോകും? ആ പാത്രം ഒന്ന് കഴുകി എത്തിക്ക്. ആ വേസ്റ്റൊക്കെ നിർത്ത് മാറ്റ്. അടുക്കള ഒറ്റ പാത്രങ്ങളില്ല കഴുകിയത്. വിജയണ്ണ, ആ വേസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റി. കൊട്ടേഷേട്ടാ എല്ലാരും ഉണ്ട്. വേണമെങ്കിൽ ഞാൻ എച്ചിലി ഉറക്കാൻ എന്റെ പട്ടി വരും. കൊണ്ടുവന്നിട്ടുണ്ടോ? വേണോ? പട്ടിയെ വേണോ? വേണോടാ, നിനക്ക് പട്ടി വേണോടാ? ഒന്ന് മിണ്ടായിരിക്കോ. ഒരു പുണ്ണാക്കും ചെയ്യണ്ട നിങ്ങൾ ഇവിടെ. പിന്നല്ലാതെ തിന്നോണ്ടിരിക്കുക. ഇയാള് കൂടുതൽ വർത്താനൊന്നും പറയണ്ട. കഥ പറച്ചില് മാത്രമല്ലോ. ആൾക്കാർക്ക് കൊടുക്കാൻ പാത്രങ്ങളില്ലെന്ന് സുഖു പറഞ്ഞില്ലേ? എന്നിട്ടെന്താ? നിനക്കൊന്നും ചെയ്യാൻ പാടില്ലേ? കള്ളക്കടത്ത് മാത്രമേ ചെയ്യുള്ളോ? സ്വാമി, ആ വേസ്റ്റ് ഒക്കെ ഒന്ന് എടുത്ത് കളഞ്ഞേ. ഞാനൊരു അക്കൗണ്ടന്റ് ആണെന്നുള്ള കാര്യം മറക്കണ്ട. സ്വാമി ആ പണി ചെയ്ത കമ്പനികളൊക്കെ കുത്തുപാള എടുത്തിട്ടുണ്ട്. ഇതാ പറ്റിയ പണി. ചെല്ല്. ശരി, ഇപ്പൊ പാത്രങ്ങൾ കഴുകാലോ. അത് മതി, ചെല്ല്. വിജയണ്ണ, ചെല്ല്. ചെല്ല്. അതാകുമ്പോ കൂട്ടർ പട്ടി വരാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അന്നെ കൂടുതൽ ഞാൻ തന്നെ പണിയെടുക്കുന്നത്. ഞാൻ പോകുന്നേ. എനിക്കത് എങ്ങും പോകണ്ട, ഇവിടെ നിൽക്ക്, കാര്യങ്ങളുണ്ട്. മോനേട്ടാ, ആ പാത്രങ്ങൾ ഒന്ന് കഴുകാൻ സഹായിക്കും. എല്ലാം കണക്കാ. തൈര് വാങ്ങിച്ചെന്റെ ഒരു കാര്യം ചെയ്യേ, കണക്കെഴുത്. ഞാൻ പോയി പാത്രം കഴുകാം. ഒന്ന് ചെല്ലണ്ടോ? ഒരു ജോലിയും ചെയ്യില്ല. ശരി, അവിടെ 4 പൊറോട്ടയും ചിക്കൻ കറിയാ അന്നേ. അവിടെ ചേട്ടൻ എന്താ വേണ്ടേ? ഫിഷ് ബിരിയാണി എടുക്കട്ടെ? ഒരു ചിക്കനും 2 മട്ടൻ ബിരിയാണി. സുഖു, ഒരു ചിക്കനും 2 മട്ടൻ ബിരിയാണി. ആ കിഷോറേട്ടാ, എന്തായി? എത്തിയോ? എയർപോർട്ടിൽ നിന്ന് ഇപ്പൊ എത്തിയതേ ഉള്ളൂ കല്യാണി. അതെയോ? റൂമിലെത്തിയോ? ഒരു കുഴപ്പമില്ലാണ്ട് എത്തി. അവിടെ എങ്ങനെ കച്ചവടമൊക്കെ ഉണ്ടോ? ഉണ്ട്, നല്ല കച്ചവടം ഉണ്ട്. ഞാന് ഇറങ്ങാൻ തുടങ്ങുക. ഓ ശരി, ഞാൻ ഇപ്പൊ വരാം. ഓക്കെ, ബൈ. തൊലയും. ശരി. ഇവിടെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങോട്ടൊന്ന് വന്നേ. കട ക്ലീൻ ചെയ്തില്ല എന്ന് പറഞ്ഞ് ഗവൺമെന്റിൽ നിന്ന് ഒരു അറബി വന്നിരിക്കുന്നു. ഇപ്പൊ എന്ത് ചെയ്യും? ഇയാൾ എന്ന് ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? എനിക്കാണെങ്കിൽ സ്പെല്ലിംഗ് അറിഞ്ഞൂടാ. വാഷ്റൂം.
നൗ ഭയങ്കര തിരക്ക്. വൈകിട്ട് വാഷ്റൂം. അതെ, ഇയാൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഒന്നും അല്ല. ടോയ്ലറ്റ് ചോദിക്കാം, ടോയ്ലറ്റ്. ഓഫീസർ, ബാക്ക് സൈഡ് ഓൺ ദ ലെഫ്റ്റ്, സെക്കൻഡ്. ചേട്ടാ, ഈ കാര്യം ഇയാൾക്ക് കക്കൂസി പോകണമെന്ന് നേരെ അങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? അപ്പൊ പരിപാടി കറക്റ്റിന് നടക്കുന്നുണ്ട്. ചെല്ലേട്ടാ, എല്ലാം ഞാൻ അറിഞ്ഞടി. എനിക്ക് നിന്നെ കാണണ്ട. എനിക്ക് മതിയായി. എന്റെ ജീവിതത്തിന് നീയില്ല. ഇറങ്ങിപ്പോടി. എന്തിനാ നിൽക്കുന്നേ? എനിക്ക് ഇനി ആരെ കാണണ്ട. ആരും എന്നെ കാണാൻ വരിക വേണ്ട. അടുത്ത ആഴ്ച മുതൽ 2000 ജോലിക്കാരുള്ള കമ്പനിയുടെ ഡെയിലി കാറ്ററിംഗ് നമുക്കാണ്. പുതിയതായി ഗോഡൌൺ എടുത്തിട്ടുണ്ട്. കൂടുതൽ വർക്കേഴ്സും ഉടനെ ജോയിൻ ചെയ്യും. എല്ലാവരും കുറച്ചുകൂടെ സഹകരിക്കണം. നമ്മളെ പോലുള്ള പുതിയ സംരംഭകർക്ക് കിട്ടാവുന്ന നല്ലൊരു ചാൻസ് ആണ്. എല്ലാവർക്കും ഇപ്പൊ കിട്ടുന്ന സാലറിയുടെ 5% കൂട്ടി. 5% ഉള്ളോ? ഇപ്പൊ തൽക്കാലത്തേക്ക് അത് മതി. അപ്പോ പറഞ്ഞതുപോലെ ശരി. കാറ്റും മഴയും വരുന്നേ, മഴത്തുടി കൊട്ടി പാടി വരുന്നേ. കാറ്റും മഴയും വരുന്നേ, മഴത്തുടി കൊട്ടി പാടി വരുന്നേ. തമ്പീരാന്റെ പാടത്തെ പൊൻകതിർ കൊയ്യണ നീലക്കറുമ്പിക്കിടാത്തിയേ. തമ്പീരാന്റെ പാടത്തെ പൊൻകതിർ കൊയ്യണ നീലക്കറുമ്പിക്കിടാത്തിയേ. കാറ്റും മഴയും വരുന്നേ, മഴത്തുടി കൊട്ടി പാടി വരുന്നേ. കാറ്റും മഴയും വരുന്നേ, മഴത്തുടി കൊട്ടി പാടി വരുന്നേ. മുട്ടോളം ചേറിൽ മുങ്ങി മൂരി നിവർന്ന് നിതമ്പമിളക്കി. കറ്റാക്കതിർ കൊണ്ട് ഗമിച്ചുകൊണ്ടെങ്ങട നെഞ്ചു കലക്കണ പെണ്ണെ, നെഞ്ചു കലക്കണ പെണ്ണെ. മുട്ടോളം ചേറിൽ മുങ്ങി മൂരി നിവർന്ന് നിതമ്പമിളക്കി. കറ്റാക്കതിർ കൊണ്ട് ഗമിച്ചുകൊണ്ടെങ്ങട നെഞ്ചു കലക്കണ പെണ്ണെ, നെഞ്ചു കലക്കണ പെണ്ണെ. ചന്ദനത്തിൻ ചന്ദനച്ചേലുള്ള ചുന്ദരി കോതയണയുന്ന നേരം. ചന്ദനത്തിൻ ചന്ദനച്ചേലുള്ള ചുന്ദരി കോതയണയുന്ന നേരം.
ചന്ദിരൻ മണ്ണിലു വന്നു മരന്തമൊഴുക്കുകയാണെന്ന ഭാവം. ചന്ദിരൻ മണ്ണിലു വന്നു മരന്തമൊഴുക്കുകയാണെന്ന ഭാവം. വാഴല വെട്ടി ഒതുക്കി മഴക്കൂടയാക്കി. വാഴല വെട്ടി ഒതുക്കി മഴക്കൂടയാക്കി. ഒരുക്കൻ്റെ രാമ, ഒരുക്കൻ്റെ രാമ, വീഴുന്നി മാറിപ്പളുങ്കൊത്തു തുള്ളിക്കളിക്കാൻ. വീഴുന്നി മാറിപ്പളുങ്കൊത്തു തുള്ളിക്കളിക്കാൻ. ഒരുക്കൻ്റെ ചാത്ത, ഒരുക്കൻ്റെ ചാത്ത. കാറ്റും മഴയും വരുന്നേ, മഴത്തുടി കൊട്ടി പാടി വരുന്നേ. കാറ്റും മഴയും വരുന്നേ, മഴത്തുടി കൊട്ടി പാടി വരുന്നേ. അമീബായ് ബാങ്കോക്കിലേക്ക് അടിച്ചു പൊളിക്കാൻ പോയതുകൊണ്ട് നമ്മുടെ ബിസിനസ്സിനെ അത് ബാധിച്ചത്. പിന്നെ കുറച്ച് അണ്ടർഗ്രൗണ്ട് പരിപാടി കൊണ്ടാ ഞാൻ പിടിച്ചു തന്നത്. ഏയ് നെവർ മൈൻഡ്, ഇനി അങ്ങോട്ട് നമുക്ക് ഒരുമിച്ച് അടിച്ച് പൊളിക്കാമല്ലോ. സോ എന്തിനും ഞാൻ റെഡിയാണ്. കാരണം താൻ വിശ്വാസ വോട്ടിൽ ജയിച്ചിരിക്കുന്നു. മാസാമാസം കറക്റ്റായിട്ട് പലിശ ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിട്ടും കൂടെ എൻ്റെ ടീമിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചല്ലോ. സോ യുവർ എൻ. ഞാൻ കറക്റ്റായിട്ട് തന്നെങ്കിലും അവൾ അടക്കമുള്ള പലരിൽ നിന്നും എനിക്ക് തവണ കിട്ടിയിട്ടില്ല. ഷീസ് ചീറ്റിംഗ് അസ്. അവളുടെ മട്ടും ഭാവം മാറിയിട്ടുണ്ട്. എന്നും അവധി പറച്ചില്ല. നോ, അവൾ ഹോട്ടൽ ബിസിനസ്സിൽ പുലിയായെന്ന് കേട്ടല്ലോ. തന്നില്ലെങ്കിൽ കുത്തിനൊടിച്ച് വാങ്ങണം. ഞാൻ ഇറങ്ങണോ? അല്ലെങ്കിൽ എൻ്റെ ബോയ്സിനെ വിടാം. എന്താ? വേണ്ട, ഞാൻ വാങ്ങിച്ചെടുത്തോളാം. ഹമീബായ് നമ്മുടെ ബ്ലാക്ക് നോട്ടിന്റെ ഇടപാട് കണ്ട് മനസ്സിലാക്കി ഇഷ്ടപ്പെട്ടാൽ അതിൽ കാശിറക്കാൻ മതി. ലാഭം 50-50. നാളെ സോണിച്ചന്റെ കൂടെ ഗോഡൌണിലേക്ക് വാ സാറേ. ആ സ്റ്റഫ് കാണിച്ചു തരാം. കൂൾ. കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് ഇന്ന് തന്നെ മെയിലേ. അതുപോട്ടെ, കല്യാണി എപ്പോഴാണ് എന്റെ കൂട്ടിലേക്ക് എത്തിക്കുന്നത്? അതൊക്കെ ഞാൻ റെഡിയാക്കി തരാം. നിങ്ങൾക്ക് തന്നിട്ടേ ഞാൻ എടുക്കുള്ളൂ. മുഖ്താർ, ഗെറ്റ് മീ സം ഐസ്. ഇത് നമ്മുടെ ഡെയിലി കളക്ഷൻസ് വെച്ചിട്ടുള്ള കൺസോളിഡേറ്റഡ് ഷീറ്റാണ്. അപ്പോൾ നമ്മൾ ദുബായ് ബ്രാഞ്ചിന് നമ്മൾ ഇത്രയും എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഹായ് കിഷോർ. എന്താ സ്വാമി, സുഖല്ലേ? അതെ. അക്കൗണ്ട്സ് ഒക്കെ എങ്ങനെ പോകുന്നു? ഓ, നന്നായിട്ട് പോകുന്നു. ആ മോളെ, പേപ്പേഴ്സ് ഒക്കെ റെഡിയാ. പണം കൊടുക്കാനുള്ള പാർട്ടികൾക്ക് അത് കൊടുത്തു തീർക്കാനുള്ള ഒരു ഫോർമുലയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് സഡലിനെ ഇറക്കാം. സ്വാമിക്ക് വേറെ കണക്കുകൾ സെറ്റിൽ ചെയ്യാനില്ലേ? ഹോട്ടലിന്റെ പുതിയ ബ്രാഞ്ച് തുടങ്ങാൻ ക്യാഷ് ഷോർട്ടേജ് ആയിരിക്കില്ലേ? ആ സാഹചര്യത്തിൽ ഇപ്പോഴെങ്ങനെയാണ് സ്വാമി ക്യാഷ് എടുക്കുന്നത്? കുറച്ച് കഴിയട്ടെ, കുറച്ചുകൂടെ ബിസിനസ് ഒക്കെ ഒന്ന് നന്നാവട്ടെ. അല്ലാതെ കിഷോറെ. അപ്പൊ ശരി, കല്യാണി വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ സ്വാമി ഇത്? സ്വാമിക്ക് അറിയില്ല, പക്ഷെ എനിക്കറിയാം. ഇവളെ കാശിന് വേണ്ടി എന്തും ചെയ്യുന്നോളാ. പിന്നെ കുറെ പേരുണ്ട് കാശ് കണ്ട് കണ്ണു മഞ്ഞളിച്ച് കൂടെ കൂടിയിരിക്കുന്നവര്. ഇനി സൺലൈറ്റം വരുമ്പോഴേ പ്രശ്നമാവും. വേറെയുണ്ട് കാര്യങ്ങള്. ഇവൾക്ക് ഇപ്പൊ ഈ പോയവന്റെ കൂടെ ഉച്ചവർക്കൊക്കെ ആ സോണിച്ചിന്റെ ഇത് പലിശയ്ക്ക് കാശ് മേടിച്ച് തിരിച്ചടയ്ക്കാതെ പരിഗണ കാണിച്ച് നടക്കാവള്. വക്കീലിനറിയോ, ഹമി യൂസഫ് കൊടുത്ത കാശുണ്ടാ ഈ കളിയൊക്കെ. ഇനി അവൻ വന്നാലേ ഇവളുടെ കഥ കൊണ്ട് കഴിക്കും. എന്താ സ്വാമി കേൾക്കുന്നത്? കേട്ടതിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലതൊന്നുമല്ല, ഞാൻ പറഞ്ഞത് എല്ലാം സത്യം തന്നെയാ. ഒരു സാറ് വന്നിരിക്കുന്നു. മാഷാ അല്ലാ, നല്ല പരിപാടി. ഇന്നലെ ഞാൻ ഡീറ്റെയിൽസ് കണ്ടിരുന്നു. ഞാൻ ദുട്ടിറക്കാൻ റെഡിയാ. അവന്മാരുമായി ഒരു ക്വിക്ക് ഡീൽ റെഡിയാക്കണം. സോണി, സോ വി ആർ ഓൺ റിയൽ ട്രാക്ക്. ഇതാണ് പലിശ പരിപാടിയേക്കാൾ എന്തുകൊണ്ടും നല്ലത്. റിസ്ക് ഉണ്ടെങ്കിലും ഒറ്റവാരൻ. ഹലോ, ഇനി ഇങ്ങോട്ട് ഫോൺ വിളിക്കില്ലേ? ഹമീബായ് ആകെ ചൊറയായി. കാശിറക്കിയത് മുഴുവൻ പോയി കിട്ടി. ക്യാഷ് മാത്രമല്ലല്ലോ. താൻ രക്ഷപ്പെട്ടോ? വേഗം പൊക്കോ, ബാക്കി പിന്നെ നോക്കാം. ഇല്ല, അവർക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ ഗോഡൌണിന്റെ രേഖകളൊന്നും എന്റെ പേരിലല്ല, നമ്മുടെ കൂടെയുള്ള മുക്താറിന്റെ പേരില. അവനെ അകത്തു പോകൂ. പക്ഷേ പിടിച്ചെടുത്തോണ്ട് പോയതെല്ലാം എന്റെ അടിത്തറ ഇളക്കും.
ഇനി ഞാൻ എന്താ ചെയ്യാ അമീബായ്? ഹലോ സോണിച്ച, നമ്മുടെ ഷെഫ് അല്ലേ അവർ കൊണ്ടുപോയി സോണിച്ച. അവരെന്നെ ഇപ്പൊ പിടിക്കും സോണിച്ച. എന്തെങ്കിലും അമീബായ്, എന്റെ കയ്യിലുള്ളത് മുഴുവൻ ഇതിൽ ഇറക്കിയിരിക്കുക. എങ്ങനെയെങ്കിലും എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണം. ഇറ്റ്സ് നോട്ട് എൻ ഈസി ജോബ്. അറിയാലോ ഇവിടുത്തെ നിയമങ്ങൾ. ആ മുഖ്താർ നിന്നെ ചൂണ്ടില്ലാന്ന് ഉറപ്പല്ലേ? ആ, ചൂണ്ടിയാലും കുഴപ്പമില്ല. ഓഫീസ് രേഖകളൊക്കെ അവന്റെ പേരിലല്ലേ? ദാറ്റ്സ് എ ക്ലെവർ മൂവ്. പോലീസ് അവനെ പിടിക്കും. അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. എന്തായാലും ഇവിടെ നിൽക്കണ്ട, വേഗം പൊക്കോ. ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ. സനൽ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചെന്നിരിക്കും. അയാളെ ജയിലിൽ നിറക്കാൻ കെട്ടിവെച്ച പണം ഭാര്യ അയാൾക്കറിയാത്ത ഏതൊക്കെയോ വഴികളിലൂടെ ഉണ്ടാക്കിയതാണെന്നറിയുമ്പോൾ ഇനി അയാൾ എന്തു തരത്തിൽ പ്രതികരിച്ചാലും ഫേസ് ചെയ്യാൻ താനും പ്രാപ്തയാവണം. സനൽ വരട്ടെ. എന്ത് തെറ്റിദ്ധാരണയുണ്ടെങ്കിലും നമുക്ക് സംസാരിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. ധൈര്യമായിട്ടിരിക്കുക. ആ ജയ് സർ, നാളെ എന്താ പരിപാടി? ആൽബർട്ടിന്റെ ഓഫീസിൽ ഒന്ന് പോകണം. 10 മണിയാകുമ്പോഴത്തേക്ക് ഫ്രീയോ? അത് മതി. ജയ് കല്യാണിയും കുട്ടി സനലിനെ പിക്ക് ചെയ്യാൻ പോണം. നാളെയാ സനൽ റിലീസ് ആവുന്നത്. ഓക്കെ, ഷുവർ. സനലേട്ടാ, ഹേയ് ഹേയ് സനൽ, സനലേട്ടാ, സനൽ, സനലേട്ടാ, സനൽ, ഏട്ടാ നിക്ക്. ബൈ വാ, കേറ്. സനലേട്ടാ, സനലേട്ടാ. സനലേട്ടാ, ദേ ഇതിന്ന് പറഞ്ഞിട്ട് അടിച്ചേ, ടെൻഷൻ മാറും. അപ്പോഴേക്കും സോണിച്ചിനെത്തും. അയാൾ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു വഴി ഉണ്ടാക്കും. സനലേട്ടാ അടിക്കുന്നേ. എല്ലാം കൈവിട്ടു പോയില്ലേ എൻ്റെ മിനിക്കുട്ടി. എത്രയും വേഗം അവളെ അവിടുന്ന് വിളിച്ചുകൊണ്ട് വരണം. പണവും പദവിയും ഒന്നും ഇല്ലാതിരുന്നപ്പോഴും നല്ലവളെ ഒരു ഭാര്യയും കുടുംബവും ഉണ്ടെന്ന് ഓർത്ത് അഹങ്കരിച്ചവനാ ഞാൻ. ആ അവളാ ഇപ്പം. എനിക്കിത് വേണം. അമിത് ആത്മവിശ്വാസമാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. സനലേട്ടാ, ഈ മൊറാലിറ്റി എന്ന് പറയുന്ന സാധനം ഇന്ന് തീരെ കിട്ടാക്കനിയായിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടുകാരത്തി ഇത്ര പരസ്യമായിട്ട് രണ്ടും കൽപ്പിച്ചിറങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അവള് ബിസിനസ് തുടങ്ങാൻ കാശിനായിട്ട് ഞങ്ങളുടെ അടുക്കൽ വന്നത് രണ്ടും കൽപ്പിച്ചാണ്. നിങ്ങളുടെ ഭാര്യയോട് എനിക്കത് പറ്റില്ലെങ്കിലും അമീ യൂസഫ് എന്ന ലോക്കൽ പയ്യന് അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. ദേ, ഇവൻ ചില്ലറ കാശിന്റെ ആവശ്യത്തിനായി എന്റെ കൂടെ നിൽക്കുമ്പോഴും നിങ്ങളെന്ന് വെച്ചാ ഇവന് ജീവനാ. പലതും നിങ്ങളുടെ തെറ്റിദ്ധാരണയായിരുന്നു. സൺലേട്ടനെ ചതിച്ച് അവളെ വെറുതെ വിടില്ലാന്ന് പറഞ്ഞ് നടപ്പവൻ. പിന്നെ ഇവന്റെ കണ്ണുകൊണ്ട് എന്തെല്ലാം അവൻ കണ്ടിരിക്കുന്നു ലേടാ. പറയാൻ ഒരുപാടില്ലേ അച്ചായ. കുറച്ച് കാര്യങ്ങൾ കേട്ടപ്പോ തന്നെ ആള് മൂഡ് ഓഫ് ആയി. ഇനിയും ലീഗലായി ഭർത്താവെന്ന നിലയിൽ അവളും കിഷോറും കൂടി ഉണ്ടാക്കിയതെല്ലാം നിങ്ങളുടെ പേരിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. എന്നിട്ട് ആ കിഷോറിന്റെ അവളുടെ മുന്നിൽ കൂടി ഓരോ ദിവസവും ഓരോ ടോപ്പ് പെമ്പിള്ളേരെ കൊണ്ട് നടക്കണം. എന്തു പറയുന്നു?
സൺലൈറ്റിന് എവിടെടാ? സോണി മോനെ, നിന്റെ ഈ കിടുതാപ്പൊക്കെ ചവിട്ടിക്കേറ്റാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല ഇത്രയും നാള് വരാതിരുന്നത് വേണ്ടാന്ന് വെച്ചിട്ടാ. ഇതിപ്പോ നീയായിട്ടാ എന്നെ ഇവിടെ വരുത്തിയിരിക്കുന്നത്. പറയടാ. എനിക്കറിയില്ല സാർ, സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. നിന്നെക്കാളും വലിയ കളികൾ കണ്ടും കളിച്ചും തന്നെയാ ഞാൻ ഇവിടം വരെ വന്നിട്ടുള്ളത്. പൊന്നു മോനെ, മാർപ്പാപ്പയെ കുർബാന ചൊല്ലാൻ പഠിപ്പിക്കരുത്. എനിക്കറിയില്ല സാർ, എനിക്ക് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. എത്തിയാൽ ഉടനെ ഞാൻ പറഞ്ഞയച്ചേക്കാം. എന്നൊന്നും ചെയ്യരുത് പ്ലീസ്, പ്ലീസ്. കുറെ ഗുണ്ടകള് നിന്നോടുകൂടെ ചേർത്താ പറഞ്ഞത്. ഈ സൺലൈറ്റ് എവിടെ കിടക്ക? സൺലൈറ്റ് ഇറങ്ങി പോകുമ്പോ ഒരു വാക്ക് പറഞ്ഞിട്ട് പോകണ്ടേ? ഫോണിൽ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. നിങ്ങളുടെ ഭാര്യയും മറ്റവനും കൂടി സോണിച്ചന്റെ മോളിൽ കയറി ഇറങ്ങിയിട്ട് പോയി. ആ വീട് മൊത്തം അടിച്ച് പൊളിച്ചു. സൺലൈറ്റ് വന്നേ, ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ പോയാൽ അവനെ അവളെ ഒരുമിച്ച് ആ ഫ്ലാറ്റിൽ നിന്ന് പിടിക്കാം. എന്റെ കൂടെ ഒന്ന് വന്നാ മതി. സൺലൈറ്റ് ഇത്രയായിട്ട് എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ സൺലൈറ്റിന്. ഒന്നും എനിക്ക് വേണ്ടി മാത്രമായിരുന്നില്ലല്ലോ. ഞങ്ങളുടെ മോളെ പഠിപ്പിക്കാനും നല്ല രീതിയിൽ വളർത്താനും വേണ്ടിയിട്ടായിരുന്നില്ലേ? ഞങ്ങളുടെ ഒരു നല്ല കുടുംബജീവിതത്തിന് വേണ്ടിയിട്ടായിരുന്നില്ലേ? അച്ഛനെങ്ങനെ ഇവിടെ? അതേടാ, അച്ഛൻ തന്നെയാടാ. നിനക്ക് വേണ്ടാത്ത, നിനക്ക് ഇഷ്ടമല്ലാത്ത നിന്റെ അച്ഛൻ. സനൽ, നിങ്ങളെ പോലീസിൽ ഒറ്റിക്കൊടുത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് ഭാര്യ ശത്രുവായെങ്കിൽ, കൊള്ളരുതാത്തവളായെങ്കിൽ, അതിനു മുമ്പ് മാഷ് നിങ്ങളെ ശത്രുവാവണമായിരുന്നു. കാരണം എല്ലാം ഈ വക്കീൽ പറഞ്ഞതനുസരിച്ച് മാഷിൻ്റെയും കൂടെ തീരുമാനമായിരുന്നു. കല്യാണി ഒരുപാട് കഷ്ടപ്പെട്ട് ആ തീരുമാനത്തോട് യോജിക്കുകയായിരുന്നു. ഓഹോ, അപ്പൊ എല്ലാരും കൂടി ചേർന്നെ കുടിക്കുന്നതാണല്ലേ? ഞാൻ എന്ത് തെറ്റാ നിങ്ങളോടൊക്കെ ചെയ്തേ? കടം വാങ്ങിച്ചു കൂട്ടിയതല്ലാതെ അത് തിരികെ കൊടുക്കാൻ നീ ശ്രമിച്ചിട്ടുണ്ടോ? കൊള്ളപ്പലിശയ്ക്ക് പണം കൊടുക്കുന്ന പോലെ ഒരു കുറ്റം തന്നെയാടാ പണം കടം വാങ്ങുന്നു. കല്യാണിയുടെ നിർബന്ധമായിരുന്നു ഞാനും കൂടി ഇവിടെ വരണമെന്നുള്ളത്. നീ നല്ലവനായി തിരിച്ചു വരുന്നവരെ നിന്റെ വീട്ടിൽ പോലും താമസിക്കരുന്നുള്ളത് എന്റെ തീരുമാനമായിരുന്നു. മറുനാട്ടിൽ വന്ന് എന്റെ മകനും മരുമകളും ഉള്ളിടത്ത് ഞാനിവിടെ ഒറ്റയ്ക്ക് ജയിൽ തീർത്തത് നീ അനുഭവിക്കുന്ന എനിക്കും അറിയാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല. നിന്നെപ്പോലൊരുത്തിന് ജന്മം നൽകിയുള്ള കുംഭസാരം. അതേടാ, എന്റെ കുംഭസാരമായത്. ഞങ്ങളോട് വെറുപ്പ് തോന്നിയിട്ട് കാര്യമില്ല സനൽ. മരണസമയത്ത് പെറ്റമ്മയുടെ ആഗ്രഹം മകനിൽ നിന്ന് പണവും പദവിയല്ല, അവന്റെ സാമീപ്യമാണ്. അതുപോലും നൽകാൻ സനലിന് കഴിഞ്ഞില്ലല്ലോ. ഈ ഹൈടെക് യുഗത്തിൽ സ്കൂളിൽ ചേർക്കാൻ പോലും കഴിയാത്ത ഒരു കുട്ടിയുടെ അച്ഛനായിട്ട് സനലിന് എങ്ങനെ ഇവിടെ ജീവിക്കാൻ കഴിയും? ഇതിനെല്ലാം ഒരു തീർപ്പ് ആവശ്യമായിരുന്ന ഘട്ടത്തിലാണ് ഞങ്ങളന്ന് വക്കീലിനെ കാണാൻ പോയത്. മാഷേ, അത് മാത്രമേ ഉള്ളൊരു സൊല്യൂഷൻ. അതുകൊണ്ടാണ് ഇത്ര കടുത്തൊരു തീരുമാനം എടുക്കേണ്ടി വന്നത്. മാഷ് വിഷമിക്കരുത്. ശരി മാഷേ, ഞാൻ കല്യാണിയുമായി സംസാരിച്ച് എല്ലാം ഏർപ്പാടാക്കിയതിനു ശേഷം ഞാൻ മാഷിനെ വിളിക്കാം. ശരി. മാഷ് എന്താ പറഞ്ഞത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നുകൊണ്ട് മാഷിന് അതൊരു ഷോക്കായില്ല. നമുക്ക് മുമ്പിൽ രണ്ട് വഴികളേ ഉള്ളൂ. ഒന്നുകിൽ കടബാധ്യതയെല്ലാം തീർക്കുക, അല്ലെങ്കിൽ സനലായിട്ട് പിടികൊടുക്കുക. എങ്കിൽ മാത്രമേ കാര്യങ്ങൾ ലീഗലാവുള്ളൂ. അങ്ങനെയായാൽ മോക്ക് പാസ്പോർട്ട് എടുക്കുന്നതിനോ ട്രാവൽ ചെയ്യുന്നതിനോ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. അത് മതി കല്യാണി. സനലുണ്ടാക്കി വച്ചിരിക്കുന്ന കടബാധ്യതകൾ തീർക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ലല്ലോ. സനലേതായാലും സ്വയം പിടികൊടുക്കാനും പോകുന്നില്ല. അപ്പോൾ പിന്നെ വക്കീൽ പറയുന്ന തീരുമാനത്തിലേക്ക് പോകുന്നതാവും കല്യാണി നല്ലത്. ഓക്കെ കിഷോർ. സനൽ, നിന്നോടത്ത് സന്തോഷകരമായ ഒരു ജീവിതം ആഗ്രഹിച്ചിട്ടാണ് കല്യാണി ഈ ദുരിതങ്ങളെല്ലാം സഹിച്ചത്. എല്ലാം വെറും തെറ്റിദ്ധാരണകളായിരുന്നു. ഇനിയെങ്കിലും അവളെ വിഷമിപ്പിക്കരുത്. ഞങ്ങളെല്ലാം കൂടെയുണ്ട്.
സല്ലേട്ടാ ഇതൊന്നും വിശ്വസിക്കരുത്. സല്ലേട്ടാ. ഐ നീഡ് മൈ മണി ബാക്ക്. എനിക്ക് എന്റെ പണം പലിശ അടക്കം കിട്ടണം. എന്റെ കയ്യിൽ പണമില്ല. അതെനിക്ക് തരാതെ കണ്ണും വെട്ടിച്ച് നടക്കുന്നവരെ എന്നെ പിടിച്ചെടുക്കാനുള്ള ആൾബലം ഒന്നും എനിക്കില്ല. പ്ലീസ് എന്നെ വിശ്വസിക്കുക. ഒരു പെണ്ണിനെ ചൂണ്ടിക്കാട്ടി ഞങ്ങളെ ട്രാപ്പിലാക്കാന്ന് കരുതിയല്ലേ? ഈ ഡോക്യുമെന്റ്സ് അതിനുള്ള മറുപടി പറയും. നിന്റെ കൈകൊണ്ട് നീ ജാമ്യമായി തന്ന രേഖകൾ. നിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു സോണി. ഗുഡ് ബൈ. പിന്നെ കല്യാണി എന്ന പെണ്ണിനെ കണ്ട് ഞാൻ മോഹിച്ചിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ പൊക്കിയിരിക്കും. അതിന് നിന്റെ സഹായം എനിക്ക് വേണ്ട. വാടാ. ഓക്കെ, അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ രണ്ടാളും കൂടെ മോളെയും കൂട്ടി വീട്ടിലേക്ക് വരണം. ഓക്കെ സാർ. ശരി കിഷോറേട്ടാ. ബൈ. വാടാ പോവാം. മീറ്റ് മൈ ഫ്രണ്ട് ഹമി യൂസുഫ്. സ്വാമിയുടെ കെയർ ഓഫ് പറഞ്ഞ് ഹമി അവിടെ എത്തും. സോ ഡീൽ. ദ ഗെയിം സ്റ്റാർട്ട്സ് ഫോർ യു കല്യാണി. ഓക്കെ സ്വാമി. Fine, bye, fine. Let's go. Hami bhai, പേടിച്ചു പോയിക്കാം. You have become a fraud now. No, it's just a rehearsal. നമ്മൾ ഇനി അങ്ങോട്ട് കളിക്കാൻ പോകുന്ന ഗെയിമിന്റെ റിഹേഴ്സൽ. Let's go. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, ഗുഡ് ലക്ക്. ശരി. Hello? كيف حالك هم يوسف؟ زين. The game starts now. She will be there within seconds. ما في مشكلة. Okay. കല്യാണിയും കിഷോറും പറഞ്ഞതിന് പ്രകാരം ഞാൻ ഇക്കഥ ഇങ്ങനെയായിരിക്കും അവരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഹോട്ടൽ വ്യവസായമൊക്കെ തുടങ്ങുന്നത് നല്ലത് തന്നെ. പക്ഷേ അതെന്താന്ന് വെച്ചാ സ്വാമിക്ക് തീരുമാനിക്കാം. വിവരം എന്തായാലും എന്നെ അറിയിച്ചാൽ മതി. അത്രയേ ഉള്ളൂ. സ്വാമിക്ക് വേറെ കണക്കുകൾ സെറ്റിൽ ചെയ്യാനുണ്ടല്ലോ. ഹോട്ടലിന്റെ പുതിയ ബ്രാഞ്ച് തുടങ്ങാൻ ക്യാഷ് ഷോർട്ടേജ് ആയിട്ടിരിക്കുകയല്ലേ. ആ സാഹചര്യത്തിൽ ഇപ്പോഴെങ്ങനെയാണ് സ്വാമി ക്യാഷ് എടുക്കുന്നത്? കുറച്ച് കഴിയട്ടെ, കുറച്ചുകൂടെ ബിസിനസ് ഒക്കെ ഒന്ന് നന്നാവട്ടെ. അപ്പൊ ശരി, കല്യാണി വന്നേ, ഒരു കാര്യം പറയാം. ഹലോ കിഷോർ ജി. പ്ലാൻ ചെയ്ത പ്രകാരം പോലീസ് എത്തി റെയ്ഡ് തുടങ്ങി. പക്ഷേ കുറച്ച് പണി പാളി. ആ ഗോഡൌൺ ഡോക്യുമെന്റ്സ് ഒന്നും സോനിയുടെ പേരിലല്ല, കൂടെയുള്ള പാവം മുഖ്താറിന്റെ പേരിലാ. ഡസന്റ് മാറ്റർ, അവന്റെ ക്യാഷ് ഒക്കെ പോയി. ഓക്കെ
My dear friend, Hammi Yusuf. കാറ്റും മഴയും വരുന്നേ, മഴത്തുടി കൊട്ടി പാടി വരുന്നേ. കാറ്റും മഴയും വരുന്നേ, മഴത്തുടി കൊട്ടി പാടി വരുന്നേ. തമ്പീരാന്റെ പാടത്തെ പൊൻകതിർ കൊയ്യണ നീലക്കറുമ്പിക്കിടാത്തിയെ. തമ്പീരാന്റെ പാടത്തെ പൊൻകതിർ കൊയ്യണ നീലക്കറുമ്പിക്കിടാത്തിയെ. കാറ്റും മഴയും വരുന്നേ, മഴത്തുടി കൊട്ടി പാടി വരുന്നേ. കാറ്റും മഴയും വരുന്നേ, മഴത്തുടി കൊട്ടി പാടി വരുന്നേ. മുട്ടോളം ചേറിൽ മുങ്ങി മൂരി നിവർന്ന് നിതമ്പമിളക്കി. കറ്റാക്കതിർ കൊണ്ട് ഗമിച്ചുകൊണ്ടെങ്ങട നെഞ്ചു കലക്കണ പെണ്ണ്, നെഞ്ചു കലക്കണ പെണ്ണ്. മുട്ടോളം ചേറിൽ മുങ്ങി മൂരി നിവർന്ന് നിതമ്പമിളക്കി. കറ്റാക്കതിർ കൊണ്ട് ഗമിച്ചുകൊണ്ടെങ്ങട നെഞ്ചു കലക്കണ പെണ്ണ്, നെഞ്ചു കലക്കണ പെണ്ണ്. ചന്ദനത്തിൻ ചന്ദനച്ചേലുള്ള ചുന്ദരി കോതയണയുന്ന നേരം. ചന്ദനത്തിൻ ചന്ദനച്ചേ